ഹലോ മച്ചമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഒരുപാട് വ്യത്യസ്തമായ ട്വിസ്റ്റുകളുള്ള ഒരു സയൻസ് ഫിക്ഷൻ ത്രില്ലർ മൂവിയുടെ കഥയാണ്. അത് മാത്രമല്ല, ഈ കഥയിൽ എന്താണ് നടക്കുന്നത്, ഇതെങ്ങോട്ടേ പോകുന്നത്, അവസാനം ഇതെവിടെ ചെന്ന് നിൽക്കും എന്നൊന്നും നിങ്ങൾക്ക് മനസ്സിലാകൂല്ല. എന്തിനാ പറയുന്നത്, ഇതൊന്നും നിങ്ങൾക്ക് ഊഹിക്കാൻ വരെ പറ്റില്ല എന്തായിരിക്കുമെന്ന്. പക്ഷേ കഥയുടെ അവസാനം എല്ലാം വളരെയധികം വ്യക്തമായിട്ട് തന്നെ നമുക്ക് കാണിച്ചു തരുകയും ചെയ്യും. അതായത് ബേസിക്കലി പറയുകയാണെങ്കിൽ നമ്മുടെ കഥാനായികയായിട്ടുള്ള കൈറ, അവൾക്ക് പ്രായമാകുന്നത് തീരെ ഇഷ്ടമില്ല. എപ്പോഴും അവളുടെ ആ ഒരു സൗന്ദര്യം, അവളുടെ ആ ഒരു സ്കിന്ന് ഇതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് കോൺഷ്യസ് ആണ്. എന്നാൽ ഒരു ദിവസം അവൾ നോക്കുമ്പോൾ അവളുടെ സ്കിന്നിന് ഒരു പൂപ്പല് വന്നതുപോലെ പതിയെ പതിയെ സ്കിന്നിന്റെ പല ഭാഗവും അഴുകാൻ തുടങ്ങുകയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു മനുഷ്യന്റെ ശരീരം പഴകിയതുപോലെ അവളുടെ തൊലികൾ പഴകിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ട്രീറ്റ്മെന്റും ചെയ്തിട്ട് യാതൊരു ഫലവും ഇല്ലാതെ ഒരു ദിവസം കയറ യാദൃശ്ചികമായിട്ട് ആ കാര്യം കണ്ടുപിടിക്കുകയാണ്. മറ്റൊരു പെൺകുട്ടിയുടെ തൊലി പറിച്ച് അവളുടെ ദേഹത്ത് വെക്കുകയാണെങ്കിൽ അവളുടെ തൊലി അത് പഴയതുപോലെയാവും. ഈ രഹസ്യം മനസ്സിലാക്കിയതിനു ശേഷം കയറ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ, അതുപോലെ തന്നെ അവൾക്ക് ശരിക്കും എന്താണ് സംഭവിച്ചത്, ഈ കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഭയങ്കര ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു ട്വിസ്റ്റഡ് ആയിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ് തരാൻ പോകുന്നത്. അപ്പൊ നേരെ നമ്മൾ ഈ ഒരു കഥയിലേക്ക് പോവാണ്, കഥയുടെ ഈ മായ ലോകത്തിലേക്ക്. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. സിനിമയുടെ ആരംഭത്തിൽ തന്നെ ഒരു ലാബ് കാണിക്കുകയാണ്. ആ ലാബിലൂടെ ഒരു പെൺകുട്ടി നടന്നു വരുന്നുണ്ട്. അവളുടെ മുഖം വ്യക്തമല്ല എന്ന് അവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വയസ്സാവണ്ട, എനിക്ക് ഇനിയും വേണം. ഇവിടെ വെച്ച് സീൻ കെട്ടായി അടുത്ത സീനിൽ ഒരു സ്ട്രീറ്റ് കാണിക്കുകയാണ്. ആ സ്ട്രീറ്റിൽ തന്നെ നമ്മുടെ കഥാനായികയായിട്ടുള്ള കൈറ, പിന്നെ അവളുടെ കൂടെ ഒരു പയ്യനുമുണ്ട്. രണ്ടുപേരും ഡേറ്റ്സിലാണ്. അവരവിടെ ഇരുന്ന് റൊമാൻസ് ചെയ്യുന്ന സമയത്ത് കൈറ ഇപ്പൊ അവനോട് പറയാണ്, ജെയ്സനോട് പറയാണ്, എനിക്കുണ്ടല്ലോ ഈ പ്രായമാകുന്ന കാര്യം ആലോചിക്കുമ്പോൾ തന്നെ ഉള്ളിൽ വല്ലാത്തൊരു പേടിയാണ്. എനിക്ക് തീരെ ഇഷ്ടമല്ല ആ ഒരു കാര്യം. അതായത് കൈറ ഉണ്ടല്ലോ, അവള് സംസാരിക്കുകയാണെങ്കിൽ അതിൽ 90% അവളുടെ സ്കിന്നിനെ കുറിച്ചും അവളുടെ ശരീരത്തിനെ കുറിച്ചും അങ്ങനെയൊക്കെ ആയിരിക്കും സംസാരിക്കുക. എന്തായാലും ഇതിനുശേഷം കൂടുതലായിട്ട് റൊമാൻസ് ചെയ്യാൻ നേരെ ഈ ജെയ്സന്റെ വീട്ടിലേക്ക് രണ്ടുപേരും പോവാണ്. പോകുന്ന വഴിയിൽ ആ ഒരു കാറിൽ വെച്ച് തന്നെ നന്നായിട്ട് റൊമാൻസ് ചെയ്യുന്നുണ്ട്. അവസാനം വീട്ടിലേക്ക് എത്തി. അപ്പൊ ജെയ്സനെ നോക്കിയിട്ട് കയറി ഇങ്ങനെ പറയുന്നുണ്ട്, കൊച്ചു കള്ളൻ എന്നെ വളച്ചെടുത്തല്ലേ. എന്തായാലും രണ്ടുപേരും കൂടി ജെയ്സന്റെ വീട്ടിന്റെ ഉള്ളിലേക്ക് പോവാണ്. കുറച്ചു നേരം കഴിഞ്ഞു അവരുടെ ഒരു റൊമാൻസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. പിന്നെ പിറ്റേ ദിവസം രാവിലെ ആയിട്ട് കയറ എഴുന്നേറ്റ് നോക്കുമ്പോൾ കൂടെ ഈ ജെയ്സൻ ഇല്ലായിരുന്നു. കുറെ നേരം അവിടെ ഇവിടെയൊക്കെ നോക്കി, എന്നാൽ എവിടെയും ഈ ജെയ്സനെ കാണുന്നില്ല. എന്നാൽ ഇതിന് ശേഷം അവളൊരു മെസ്സേജ് അയച്ചു നോക്കി, നീ എവിടെയാന്ന് ചോദിച്ചിട്ട് യാതൊരു റെസ്പോൺസും ഇല്ല. അതുകൊണ്ട് തന്നെ അവൾ നേരെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവളുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയിൽ ഇപ്പൊ കയറ ഉണ്ടല്ലോ, അവളുടെ ഒരു കൂട്ടുകാരിയുണ്ട് മാർത്തയെ വിളിച്ചിട്ട് ഇങ്ങനെ 5 ദിവസമായിട്ട് ഒരു ചുള്ളന്റെ കൂടെ ഡേറ്റിലായിരുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ മാർത്ത എന്തോന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ഈ കയറ് വീണ്ടും പറയുന്നത്, സത്യടി ഞാൻ ഡേറ്റിലായിരുന്നു. ഇപ്പൊ പെട്ടെന്ന് മാർത്തയ്ക്ക് എന്തോ പോലെ തോന്നുകയാണ്, അല്ല ഞാൻ എങ്ങനെ ഇവിടെ എത്തിയത്. ചുറ്റിങ്ങനെ നോക്കുന്ന സമയത്ത് എന്തോ വല്ലാത്തൊരു മിസ്റ്ററി അവൾക്ക് ഫീൽ ആവുന്നുണ്ട്. ഇങ്ങനെ വരാൻ വഴിയില്ലല്ലോ, ഞാൻ എന്റെ വീട്ടിലേക്കല്ലേ പോയത്, പിന്നെ എങ്ങനെ ഇവിടെ എത്തിയത്. അവള് പിന്നീട് ഉള്ള ഓർമ്മ വെച്ച് നേരെ അവളുടെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. എന്നാൽ വീട് കാണുമ്പോൾ ഇന്നലെ കണ്ട ജെയ്സന്റെ വീടുണ്ടല്ലോ അതുപോലെ തന്നെ തോന്നുകയാണ്. ഒരു കുന്തവും മനസ്സിലാവാതെ അവള് നേരെ വീട്ടിന്റെ ഉള്ളിലേക്ക് പോവാണ്. ഉള്ളിലേക്ക് വന്നപ്പോഴും ജെയ്സന്റെ അതേ വീടായിട്ട് തന്നെ അവൾക്ക് ഫീൽ ആവുന്നുണ്ട്. ഇതിനുശേഷം നേരെ വാഷ്റൂമിലേക്ക് കൈയും മുഖമൊക്കെ ഒന്ന് കഴുകാനായിട്ട് അവൾ ചെല്ലുന്നുണ്ട്. ഈ സമയത്ത് അവളുടെ വിരലുണ്ട് അതിലൊരു പ്രത്യേകതര നിറം അല്ലെങ്കിൽ ഒരു രൂപമാറ്റം വന്നത് അവൾ കാണുന്നുണ്ട്. അവളാകെ പേടിച്ചുപോയി. ഇതിന്റെ പുറമെ അവൾക്ക് അവളുടെ പേര് തന്നെ ഓർമ്മ വരുന്നില്ല, എന്തൊക്കെയോ ഒരു പ്രശ്നമുള്ളതുപോലെ. ആ ഒരു വീട്ടിലാണെങ്കിൽ അതിന്റെ പല ഭാഗത്തായിട്ട് ഒരുപാട് പേപ്പറുകൾ ഒട്ടിച്ചിട്ടുണ്ട്. ഇതിലെല്ലാം കൈറ എന്നുള്ള അവളുടെ ആ ഒരു പേര് തന്നെ ഉണ്ട്. പക്ഷെ അവൾക്കറിയില്ല ഇത് അവളുടെ പേര് തന്നെയാണ്. പിന്നീട് നേരെ ബെഡ്റൂമിലേക്ക് വന്ന് നോക്കുമ്പോൾ അവിടെ ഒരു ചെറിയ പെൺകുട്ടി ഇരിക്കുന്നുണ്ട്. ഒരു വല്ലാത്ത രീതിയിൽ ആ പെൺകുട്ടി അവൾ നോക്കുകയാണ്. ആകെ പേടിച്ചു പോയ കൈറ അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ്. പിന്നെ വന്ന് നോക്കുമ്പോൾ ആ ഒരു പെൺകുട്ടി അവിടെ കാണാനില്ല. പിന്നെയും ഭയന്നു പോയ കൈറ ഉണ്ടല്ലോ വേഗം തന്നെ ജെയ്സനെ വിളിക്കുകയാണ്. എന്നാൽ അവളെ ഞെട്ടിച്ചുകൊണ്ട് ജെയ്സന്റെ ഫോണിലേക്ക് വിളിച്ചപ്പോൾ ദാ ഈ വീട്ടിലെ തന്നെ ഫോണ് റിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്താണെന്ന് അവൾക്കൊന്നും മനസ്സിലാവുന്നില്ല. പിന്നെ ആ വീട്ടിൽ തന്നെ ഒരു പിയാനോ ഉണ്ടായിരുന്നു. ആ ഒരു പിയാനയും അവൾ അങ്ങനെ വായിക്കുന്നുണ്ട്. അതിന്റെ അടുത്ത് തന്നെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. ഈ ഒരു ജെയ്സൻ അതുപോലെ കൈറ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോയാണ്. ഇതേ സമയത്ത് തന്നെ അവളുടെ കയ്യിൽ എന്തൊക്കെയോ ചില മാറ്റങ്ങൾ വന്നു എന്ന് പറയുന്നില്ലേ. അവൾക്ക് വല്ലാതെ ഡിസ്കസ്റ്റിംഗ് ആയിട്ട് തോന്നുകയാണ്. നേരെ ബാത്റൂമിലേക്ക് ചെന്നിട്ട് ആ ഒരു പുഴുത്തതുപോലെയുള്ള ആ ഒരു സ്കിന്ന് അവൾ പറിച്ചെടുക്കാൻ നോക്കുമ്പോൾ സംഭവിച്ചത് എന്താ വെച്ചാൽ അവളുടെ മുഴുവൻ തൊലിയും ആ വലിച്ചെടുത്തപ്പോൾ കൂടെ പറഞ്ഞു വരികയാണ്. അവളാകെ ഞെട്ടിപ്പോയി. പെട്ടെന്ന് തന്നെ അത് ആ എടുത്ത സ്ഥലത്തേന് അവൾ വെക്കുന്നുണ്ട്. എന്നാൽ വെച്ച സമയത്ത് അത് അവിടെ തന്നെ ഒട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. പെട്ടെന്ന് ആരും ഒരാൾ വന്നിട്ട് കോണിംഗ് ബെൽ അടിക്കുന്നുണ്ട്. ആരാണെന്ന് അവൾ ചോദിച്ചപ്പോൾ അവളുടെ കൂട്ടുകാരായിട്ടുള്ള ആ ഒരു മാർത്തയുണ്ടല്ലോ മാർത്തയാണെന്ന് പറയണം. എന്നാൽ വാതിലിന്റെ ഹോളിലൂടെ നോക്കിയ സമയത്ത് ഒരു വൃദ്ധയായിട്ടുള്ള ആളാണ്. അവൾക്ക് എന്താ സംഭവിക്കുന്നതെന്ന് ഒന്നും മനസ്സിലാവുന്നില്ല. കുറച്ചേരം നിന്ന് എന്തായാലും അവരോടൊന്ന് സംസാരിച്ചേക്കെന്ന് കരുതിയിട്ട് വേഗം വാതിൽ ഓർക്കുമ്പോൾ പുറത്ത് മാർത്ത ഉണ്ടായിരുന്നില്ല. മാർത്ത എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി വിളിക്കുന്നുണ്ട്. എന്നാൽ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഇതേ സമയത്ത് തന്നെ അവളുടെ റൂമിന്റെ തൊട്ടടുത്തുണ്ടായിരുന്ന റൂമിൽ സോഫിയ എന്ന് പറഞ്ഞിട്ടൊരു പെണ്ണുണ്ടായിരുന്നു. എന്താ പറ്റിയെന്ന് അവളുടെ ആ ഒരു ഒച്ചപ്പാടും ബഹളും പരിഭ്രാന്തിയെല്ലാം കണ്ടിട്ട് സോഫിയ അങ്ങോട്ടേക്ക് വരികയാണ്. എന്നാൽ അടുത്ത നിമിഷം തന്നെ നമ്മുടെ കൈറ അവിടെ ബോധക്ഷയം സംഭവിച്ച് വീഴുകയാണ്. വേഗം തന്നെ സോഫിയ കൈറയെ വീട്ടിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. കുറച്ചേരം കഴിഞ്ഞപ്പോൾ അവൾക്ക് ബോധം വന്നപ്പോൾ തന്നെ സോഫിയ പറയാണ്, എന്റെ പേര് സോഫിയ എന്നാണ്, ഒരു 6 മാസമായിട്ട് ഞാൻ അവിടെ താമസിക്കുന്നുണ്ട്.
വിശക്കുന്നുണ്ട്, നിനക്ക് എന്തെങ്കിലും വേണോ, ഞാനൊരു ചായ ഉണ്ടാക്കി കൊണ്ടുവരുന്നുണ്ട്, വേഗം പോയിട്ട് ഒരു ഗ്രീൻ ടീ ഉണ്ടാക്കി കൊണ്ടുവരികയാണ്. അത് കണ്ടപ്പോൾ കയർ ഒന്ന് അത്ഭുതപ്പെടുന്നുണ്ട്. എനിക്ക് ഗ്രീൻ ടീ ആണ് ഇഷ്ടമെന്ന് നിനക്ക് എങ്ങനെ അറിയാം? അതൊക്കെ ഒരു മാജിക്കാന്ന് പറയണേ. ഒന്ന് പറയാന്ന് പറഞ്ഞപ്പോൾ ഇപ്പൊ സോഫി ചിരിച്ചുകൊണ്ട് പറയാണ്, നിനക്ക് പിയാനോ ഇഷ്ടമല്ലേ? അതേന്ന് കയറ് പറയാണ്. അതുപോലെ തന്നെ ചുവപ്പ് നിറം നിനക്ക് ഇഷ്ടമല്ലേ? അതേന്ന് കയറ് പറയാണ്. അവൾ വല്ലാതെ ഞെട്ടി നിൽക്കുകയാണ്. ഇപ്പൊ ചിരിച്ചുകൊണ്ട് സോഫിയ പറയണേ, ഇതൊരു മാന്ത്രികമൊന്നുമല്ല, നിന്റെ ടേബിളിൽ നിറയെ ഇതുപോലെയുള്ള ഗ്രീൻ ടീ ബാഗ് ഉണ്ടായിരുന്നത്, അതുപോലെ തന്നെ ഇവിടെ നിറയെ ചുവപ്പ് കളറാണ്, പിന്നെ പിയാനോ അതുകൊണ്ടല്ലോ ഇവിടെ, അപ്പൊ പിന്നെ നിനക്ക് അതിനോട് ഇഷ്ടം ഉണ്ടാവില്ലേ? ഇത് കേട്ടപ്പോ കയറയും ചിരിക്കാണ്. ഞാൻ ചിന്തിച്ചില്ല. എന്നാൽ ഇതിനുശേഷം സോഫിയ കൂടുതലായിട്ട് കയറയുമായിട്ട് അടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അത് മറ്റൊരു രീതിയിലാണെന്ന് തോന്നുന്നു. അതായത് സ്ത്രീകൾ തന്നെ സ്ത്രീകളോട് റൊമാൻസ് ചെയ്യാന്ന് പറയുന്നില്ലേ, ആ രീതിയിലേക്ക് വരുന്നുണ്ടോ എന്നൊരു സംശയം. എന്നാൽ വേഗം തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയ കയറ ഒരു ഫോട്ടോ കൊണ്ടുവരികയാണ്. അവളും ജെയ്സനും ഒരുമിച്ച് നിൽക്കുന്ന ആ ഒരു ഫോട്ടോ. ഇത് കൊണ്ടുവന്നിട്ട് ഇയാളെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് സോഫിയോട് ചോദിക്കുമ്പോൾ സോഫിയ പറയാണ്, ഇത് നിന്റെ ബോയ് ഫ്രണ്ട് അല്ലേ? 3 മാസം മുന്നേ ഞാൻ ഇവനെ കണ്ടിട്ടുണ്ട്. 3 മാസം മുന്നെയോ? ഇതിനിടയിലാണ് സോഫി കയറയുടെ കയ്യിലേക്ക് ശ്രദ്ധിക്കുന്നത്. ഇതെന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുകയാണ്. എന്നാൽ മറുപടി പറയാനായിട്ട് കയർക്ക് കഴിയുന്നില്ല. അവളിങ്ങനെ പൊട്ടി പൊട്ടി കരയാണ്. സോഫിയ വേഗം എഴുന്നേറ്റ് അവളെ കെട്ടിപ്പിടിക്കുകയാണ്. പേടിക്കുന്നു വേണ്ട കേട്ടോ, നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഒരു ആശുപത്രിയിൽ പോവാം, ഇവിടെ ഒരുപാട് ആശുപത്രി ഉണ്ടല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോൾ സോഫി അവിടുന്ന് പോയി. ഈ സമയത്ത് കയറ അവളുടെ ആ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടല്ലോ, അവന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സമയമൊക്കെ ഞാൻ ആലോചിക്കുന്നുണ്ട്. അതായത് എപ്പോഴും അവൾ സംസാരിക്കുക ഈ വയസ്സാവുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കാനേ വയ്യ, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളാണ്. എന്തായാലും ആ ഒരു സീൻ കഴിഞ്ഞു. ഇപ്പോ നമ്മുടെ ഈ ഒരു കയറുള്ളത് ബാത്റൂമിലാണ്. എന്നാൽ ആ ബാത്റൂമിൽ വെച്ച് ആരും ഒരാൾ അവളെ നോക്കുന്നതായിട്ട് അവൾക്ക് ഇങ്ങനെ ഫീൽ ആവുകയാണ്. എന്തായാലും ആ ഒരു ഭയം ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പൊ കയറ സോഫിയോട് ഇന്നൊന്നും ഇങ്ങോട്ടേക്ക് വരുമെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ സോഫിയ വന്നു. രണ്ടുപേരും ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ നമ്മുടെ കയറിയുടെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ പതിയെ പതിയെ കുറഞ്ഞു വരുന്നുണ്ട്. ഇതിനിടയിൽ നിനക്കൊരു ഡോക്ടറെ കണ്ടുകൂടെ എന്നൊക്കെ ഈ സോഫിയ ചോദിക്കുമ്പോൾ കയറ് പറയാണ്, ഞാൻ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട്, പക്ഷേ എനിക്ക് ഈ കാര്യമൊന്നും ഓർമ്മ വരുന്നില്ല എന്ന് കയറ് പറയാണ്. അതൊക്കെ പോട്ടെ, അപ്പോയിന്റ്മെന്റ് എടുത്ത ആ ഒരു കാർഡ് നമ്പറൊക്കെ ഉണ്ടല്ലോ അല്ലേ, അത് മതി എന്ന് പറയണം. ഇതിനുശേഷം ഇവർ രണ്ടുപേരും കൂടെ ഒരു ഇച്ചിരി വൈൻ കുടിക്കുകയാണ്. അപ്പൊ അതിന് മുന്നേയായിട്ട് ഇവരൊന്ന് ചേഴ്സ് അടിക്കുകയാണ്. ആ അടിക്കുന്ന സമയത്ത് ഗ്ലാസ് അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടി ഗ്ലാസ് പൊട്ടിപ്പോവാണ്. സോഫിയ കൈ ചെറുതായിട്ടൊന്ന് മുറിയുന്നുണ്ട്. ആ മുറിയിൽ നിന്നും അവളുടെ സ്കിന്നിന്റെ ഒരു കഷ്ണം അതിലേക്ക് കടന്നു വരികയാണ്. പെട്ടെന്ന് തന്നെ കയറ ആ ഒരു ഗ്ലാസും കാര്യങ്ങളൊക്കെ നീക്കം ചെയ്യാറ്. ഇത് കൊണ്ടിടാൻ നോക്കുമ്പോഴാണ് ഇതുപോലെ സോഫിയുടെ ഇറച്ചിയുടെ ഒരു കഷ്ണം അതിൽ കാണുന്നത്. ചുമ്മാ ഒരു അതിർപ്പത്തിന് വേണ്ടി കയറ് എന്താക്കി ആ ഒരു സ്കിന്നിന്റെ കഷ്ണം എടുത്ത് അവളുടെ ഈ ബാധിക്കപ്പെട്ട സ്കിൻ ഉണ്ടല്ലോ അവിടെ നിന്ന് ഒരു കഷ്ണം പറിച്ചു കളഞ്ഞ് അവിടേക്ക് ഈ സ്കിന്നി വെക്കുമ്പോൾ അത് അവിടെ ഒട്ടിച്ചേരുകയാണ്. ശരിക്കും കയറ് ആകെ അത്ഭുതപ്പെട്ടു പോയി. ഇതേ സമയത്താണെങ്കിൽ സോഫിയ ഇങ്ങോട്ടേക്ക് വാ, അവിടെ എന്താ ആക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവളെ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. എന്തായാലും കുറെ നേരത്തെ സംസാരത്തിന് ശേഷം ഇപ്പൊ കയറ് ചോദിക്കുകയാണ്, നിനക്ക് ഇന്ന് രാത്രി ഇവിടെ നിൽക്കാൻ പറ്റുമെന്ന്. സോഫിയ പറയണ അതിനെന്താ. അങ്ങനെ കുറെ സമയം കഴിഞ്ഞു. സോഫിയ നന്നായിട്ട് ഉറങ്ങുമ്പോൾ അവളുടെ അടുത്തേക്ക് കയറി ചെല്ലുകയാണ്. അവളുടെ പുറത്തെ ആ ഒരു തൊലിയും കാര്യങ്ങളൊക്കെ അവൾ അങ്ങനെ തൊട്ടു നോക്കുന്നുണ്ട്. പിന്നീട് പിറ്റേ ദിവസം രാവിലെ ആയിട്ട് കയറ അവളുടെ കയ്യിലേക്ക് നോക്കുമ്പോൾ അവളുടെ കൈയുടെ ബാക്കിയുള്ള എല്ലാ ഭാഗവും ഇതുപോലെ പൂത്ത് കിടക്കുകയാണ്. എന്നാൽ ഇന്നലെ സോഫിയുടെ സ്കിന്നിന്റെ ഒരു ഭാഗം അവിടെ വെച്ചില്ലേ, അവിടെ മാത്രം നല്ല ക്ലിയർ ആയിട്ട് കിടക്കുകയാണ്. ഇതോടെ കയറൊക്കെ ഒരു കാര്യം മനസ്സിലായി. അതായത് അവളുടെ സ്കിന്നിനെ അവളുടെ ബോഡി റിജക്ട് ചെയ്യുകയാണെങ്കിലും ബാക്കിയുള്ളവരുടെ സ്കിന്നിനെ ആ ഒരു ബോഡി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഡോക്ടറുടെ സഹായം ഇല്ലാതെ തനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ കയറ ഓൾറെഡി അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് യാതൊരു കാര്യം ഓർമ്മയില്ലെങ്കിലും അവള് നേരെ ആ അപ്പോയിന്റ്മെന്റ് എടുത്ത് ഒരു ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ്. ക്രോബർ എന്നാണ് ആ ഒരു ഹോസ്പിറ്റലിലെ പേര്. എന്നാൽ ആദ്യമായിട്ടാണ് കയറ ഇങ്ങോട്ടേക്ക് വരുന്നതെങ്കിലും അവിടെയുള്ള നഴ്സുമാര്, ഡോക്ടേഴ്സ് ഇവർക്കൊക്കെ നമ്മുടെ കയറയെ നേരത്തെ അറിയുന്നത് പോലെ. മാത്രമല്ല ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കയറയുടെ ഉള്ളിൽ എന്തോ ഒരു വല്ലാത്ത ഭയം വരുന്നത് പോലെ അവൾക്ക് ഫീൽ ആവുന്നുണ്ട്. എന്തായാലും അങ്ങോട്ടേക്ക് വന്ന ഒരു ഡോക്ടർ ഉണ്ട്. ഡോക്ടർ വന്നിട്ട് കയറിയോട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്, എന്താണ് ഇത്ര ലേറ്റ് ആയത്? എന്തായാലും പിന്നീട് അവളെ ടെസ്റ്റ് ചെയ്യാനായിട്ട് നേരെ ക്ലിനിക്കിലേക്ക് കൊണ്ടുപോകണം, അതായത് ആ ഒരു റൂമിലേക്ക്. പിന്നീട് കൈകളിലേക്ക് നോക്കുമ്പോൾ ഡോക്ടർ ആകെ ഞെട്ടിപ്പോയി. നീ എന്താ ഇത്രയും വൈകിയത്? വരാനായിട്ട് എത്ര ദിവസമായി ഞങ്ങൾ കാത്തിരിക്കുന്നു. ഇത് കേട്ട സമയത്ത് കയറ ഇവരെന്തേ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ ഡോക്ടർ നോക്കുമ്പോൾ ഡോക്ടർ പറയുന്നത്, ഓഹോ അപ്പോ ഓർമ്മശക്തി നഷ്ടപ്പെട്ടു തുടങ്ങിയല്ലേ. അതായത് എന്ന് മുതലാണോ കയറയ്ക്ക് ഇതുപോലെ സ്കിന്നിന് പ്രശ്നം തുടങ്ങിയത് അന്ന് മുതൽ അവളുടെ മെമ്മറി ലോസ് അതും സംഭവിച്ചിരിക്കുകയാണ്. ഇതിനു മുന്നേയും കയറ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്, പക്ഷേ അതെന്തിനാണെന്ന് അറിയില്ല. സ്കിന്നിന്റെ ഈ ഒരു അവസ്ഥ കണ്ടപ്പോൾ കയറ ഡോക്ടറോട് ചോദിക്കുന്നുണ്ട്, ഡോക്ടർ ശരിക്കും എനിക്ക് എന്താ സംഭവിച്ചത്? ഡോക്ടർ അതിന്റേതായ ആ ഒരു സയന്റിഫിക്കൽ നെയിം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നൊരു സാധാരണക്കാരന് ഇതുപോലെയുള്ള പേര് കേട്ടാൽ മനസ്സിലാവോ? കയറ് ചോദിക്കാണ്. മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞതാണ്. അപ്പൊ ഡോക്ടർ പറഞ്ഞു കൊടുക്കാണ്, യങ് ആയിട്ടുള്ള ആൾക്കാരുടെ ഈ തൊലി, സ്കിന്ന്, ശരീരത്തിന്റെ ഉൾഭാഗം ഇതെല്ലാം ഓരോ സമയത്തും സെൽസ് അതങ്ങനെ പുതുതായിട്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ വയസ്സാകും തോറും പുതുതായിട്ടുണ്ടാവുന്ന ഈ സെൽസിന്റെ ആ ഒരു കഴിവ് അതില്ലാതായിക്കൊണ്ടിരിക്കും. പിന്നീട് കൂടുതൽ വയസ്സാകുമ്പോൾ അങ്ങനെ സെല്ലുകൾ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യാതെയാവും. അങ്ങനെയാണ് വയസ്സായിട്ട് ഓരോ ആൾക്കാരും മരണപ്പെട്ടു പോകുന്നത്. അതായത് നിന്റെ സ്കിന്നിനും അതേ ഒരു അവസ്ഥ വന്നിരിക്കുകയാണ്. അതായത് നിന്റെ സ്കിന്ന് പുതുതായിട്ട് ഉണ്ടാവുന്നില്ല, ഉള്ള സ്കിന്ന് തന്നെ അതങ്ങനെ നശിച്ചു പോവുകയാണ്. എന്നാൽ അത് നിന്റെ സ്കിന്നിന് മാത്രമേ ഉള്ളൂ, നിന്റെ ശരീരത്തിന്റെ ഉൾഭാഗത്തിന് യാതൊരു കുഴപ്പമില്ല എന്ന് പറയണം. ആകെ പേടിച്ചു പോയി കയറി ചോദിക്കുകയാണ്, മാഡം ഇതിന് ട്രാൻസ്പ്ലാന്റേഷൻ, അതായത് സ്കിന്ന് മറ്റൊരു സ്കിന്നൊക്കെ വെച്ച് ഒട്ടിക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് പറ്റുമെന്ന് പറയണം. ഇതിനുശേഷം കുറച്ച് തൊലിയും കാര്യങ്ങളൊക്കെ അതിന് മുറിച്ചെടുക്കുന്നുണ്ട്, ഒരു ടെസ്റ്റിന് വേണ്ടിയിട്ടാണ് പറയണം. ഇപ്പൊ കയറ് പറയാണ്, ഡോക്ടറെ വേറൊരു കാര്യം കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ കയ്യിലുണ്ടായിരുന്ന സ്കിന്ന് അത് പറിച്ചെടുത്ത് അവിടെ വീണ്ടും ഒട്ടിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. ഡോക്ടർ ആകെ ഞെട്ടിപ്പോയി. ഇപ്പൊ കയറ് പറഞ്ഞു കൊടുക്കുകയാണ്, ഇതുപോലെയും സംഭവിക്കുന്നുണ്ട് ഡോക്ടറെ, ഇതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഡോക്ടർ പറയാണ്, ആയിക്കോട്ടെ, ഇനി അങ്ങനെ ഒരു
കാര്യം ഉണ്ടെങ്കിലും ദയവ് ചെയ്തിട്ട് സ്കിന്ന് പറിച്ച് നീ ഇതുപോലെ ഇനി ഒട്ടിക്കാൻ നിൽക്കരുത് കേട്ടോ. നീ ഒരു 2 ദിവസം കാത്തു നിൽക്ക്, അപ്പോഴേക്കും ടെസ്റ്റിന്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരും, അതിനുശേഷം നമുക്ക് നോക്കാന്ന് പറയണേ. ഇപ്പൊ കയറ് പറയുന്ന ഡോക്ടർ വല്ലാത്ത വേദനയാണ്, എന്തെങ്കിലും ഒരു മരുന്ന് കൊണ്ടാന്ന് പറയണം. അങ്ങനെ ഡോക്ടർ ഒരു മരുന്ന് കുറിച്ച് കൊടുക്കുന്നുണ്ട്. എന്നാൽ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഈ മരുന്നുമായിട്ട് പുറത്തേക്ക് ഇറങ്ങിയ കയറയ്ക്ക് എന്തോ ഒരു ആത്മസംതൃപ്തി കിട്ടാത്തതുപോലെ. ഇതെന്താണ്, ഒരു ചികിത്സയ്ക്കായിട്ട് പോയ സമയത്ത് അവരിങ്ങനെ വെയിറ്റ് ചെയ്യണമെന്ന് പറയുന്നത്, പിന്നെ മരുന്നൊന്നും തരാതെ. എന്തായാലും ആ ഒരു പ്രിസ്ക്രിപ്ഷനുമായിട്ട് കയറ നേരെ ഒരു മെഡിക്കൽ ഷോപ്പിലേക്ക് പോകണം. ഇത് എന്തിനുള്ള മരുന്നാ ചോദിച്ചപ്പോൾ ആ ഒരു മെഡിക്കൽ ഫാർമസിസ്റ്റ് പറയാണ്, ഇത് പ്രായമായിട്ടുള്ള സ്ത്രീകൾ അവർ ഉപയോഗിക്കുന്ന സാധനമാണല്ലോ. അല്ല നിങ്ങൾക്ക് എന്തിനാ ഈ ഒരു സാധനം ചോദിച്ചപ്പോൾ കയറാകെ ഞെട്ടിപ്പോണ്. എന്ത് പ്രായമാർക്കോ എങ്ങായിട്ടുള്ള ആൾക്കാർ ഈ ഒരു സാധനം ഉപയോഗിക്കില്ലെന്ന് ചോദിച്ചപ്പോൾ അതിനൊരു സാധ്യതയില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ ഒരു മരുന്ന് തരാന്ന് പറഞ്ഞിട്ട് കയറ ആ ഒരു പ്രിസ്ക്രിപ്ഷൻ കൊടുത്തില്ലേ, അതേ മരുന്ന് തന്നെ ഫാർമസിസ്റ്റ് എടുത്തു കൊടുക്കുകയാണ്. എന്നാൽ അപ്പം മുതലേ കയറുടെ ഉള്ളിൽ എന്തൊക്കെയോ സംശയങ്ങൾ തോന്നിയിട്ടുണ്ട്. എന്തായാലും വീട്ടിലേക്ക് വന്നു, കിട്ടിയ മരുന്നൊക്കെ അവൾ കഴിക്കുകയാണ്, എങ്ങനെയെങ്കിലും വേദനയൊക്കെ ഒന്ന് പോട്ടെ. എന്നാൽ രാത്രിയായിട്ടും അവൾക്കൊരു തൃപ്തി വരുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു ലോക്കൽ ക്ലിനിക്കിലേക്ക് അവൾ അപ്പം തന്നെ പോവുകയാണ്. അവിടെ വേറൊരു ഡോക്ടർ ഉണ്ടായിരുന്നു. ഈ ഡോക്ടറോട് അവളുടെ സ്കിന്നിന്റെ ഈ അവസ്ഥയൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ ഡോക്ടർ പറയണം, അയ്യോ ഇത് ഞങ്ങളെ കൊണ്ട് ഡീൽ ചെയ്യാൻ പറ്റില്ല, ഇവിടെ തന്നെ സ്കിന്നിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരുപാട് ആശുപത്രിയില്ലേ, അങ്ങോട്ടേക്ക് പോയിക്കോന്ന് പറയുമ്പോൾ കയറ പറയാം, ഓൾറെഡി ഞാൻ അവിടെ പോയിട്ടുണ്ട്, അവർ 2 ദിവസം കാക്കാനാ പറയുന്നത്, അത്രയും നാള് എന്നെ കൊണ്ട് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഡോക്ടർ പറയാണ്, അവർ പറഞ്ഞില്ലേ ടെസ്റ്റ് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ട് കൂടുതലായിട്ട് നോക്കാന്ന്, അതായിരിക്കും ഏറ്റവും നല്ലത്, അല്ലാതെ ഞാൻ ഇവിടെ വെച്ച് എന്ത് ചെയ്യാനാണ്, ഇതിൽ കൂടുതലായിട്ടൊന്നും എനിക്ക് ചെയ്യാനായിട്ട് അറിയൂല. ഇത് കേട്ടപ്പോൾ കയർ പറയാണ്, ശരി എന്നാൽ ഞാൻ വെയിറ്റ് ചെയ്തോളാം, ഞാൻ അങ്ങോട്ടേക്ക് തന്നെ പോയിക്കോളാം എന്ന് പറയണം. എന്നാൽ ഈ ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ സമയത്താണ് യഥാർത്ഥത്തിൽ കയർ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് നമ്മളെ കാണിക്കുകയാണ്. ഈ ഡോക്ടറെ കാണാനല്ല കയർ ഇങ്ങോട്ടേക്ക് വന്നത്, പകരം ഇവിടെയുള്ള മോർച്ചറിയിലേക്കാണ് അവൾ വന്നത്. നേരെ അങ്ങോട്ടേക്ക് പോവാണ്. ഇന്ന് മരിച്ചുപോയ ഒരു പെൺകുട്ടിയുടെ ഡെഡ് ബോഡി അവിടെ ഉണ്ടായിരുന്നു. അവൾ ആരും കാണാതെ അതിന്റെ ദേഹത്ത് നിന്ന് നെഞ്ചിൽ നിന്നൊക്കെ തൊലി ഇങ്ങനെ പറിച്ചെടുക്കുകയാണ്. എന്നിട്ട് അവളുടെ ദേഹത്ത് അത് വെച്ച സമയത്ത് അത് അവിടെ ഒട്ടി നിൽക്കുകയാണ്. കയറക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി. എന്നാൽ അതേ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് വാച്ച്മാൻ വരുന്നുണ്ട്. കണ്ടാൽ ആകെ പ്രശ്നമാവുമല്ലോ. അതുകൊണ്ട് തന്നെ ആരും കാണാതെ അവൾ ഇവിടുന്ന് എങ്ങനെയൊക്കെയോ ഇറങ്ങി ഓടുന്നുണ്ട്. അടുത്ത സീനിൽ അവൾ ഒരു ബാറിലിരിക്കുന്ന കാണിക്കുന്നത്. ആ പരിപാടി മുഴുവനായിട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കയറ നല്ല ഫ്രസ്ട്രേഷനിലാണ്. ഇപ്പൊ ഈ ഒരു ബാർ ക്ലോസ് ചെയ്യാൻ പോവാണ്. അതിന്റെ ആ ഒരു സമയമെല്ലാം കഴിഞ്ഞു. ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന വെയിറ്റർ വന്നിട്ട് അവളോട് ചൂടാവുകയാണ്, മതി അടിച്ചത്, വേഗം വീട്ടിലേക്ക് പോയിക്കേ, ഞങ്ങൾക്ക് ഷോപ്പ് അടക്കണം എന്ന് പറയാണ്. എന്നാൽ ആ ലേഡി പറയുന്ന സമയത്ത് അവരെന്താണോ പറയുന്നത് അതൊന്നും കയറ മൈൻഡ് ആക്കുന്നില്ല, പകരം അവരുടെ സ്കിന്നിലേക്കാണ് നോക്കുന്നത്. കുറച്ചു നേരം കഴിഞ്ഞു. ഇപ്പൊ നേരത്തെ വന്ന ആ ഒരു വെയിറ്റർ ഉണ്ടല്ലോ, ഇതിന്റെ ബേസ്മെന്റിൽ പോയിട്ട് അവിടെ എന്തൊക്കെയോ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് കയറി വരികയാണ്. ഇത് കണ്ടപ്പോൾ ആ ഒരു വെയിറ്റർ പറയാണ്, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്, ഇങ്ങോട്ടേക്കൊന്നും വരാൻ പാടില്ല, പൊയ്ക്കേ എന്ന് പറയാണ്. എന്നാൽ അതേ സമയത്ത് കയറ ആ ഒരു പെണ്ണിന്റെ സ്കിന്നിലേക്ക് തന്നെയാണ് നോക്കുന്നത്, അതിലെങ്ങനെ ടച്ച് ചെയ്ത് നോക്കുന്നുണ്ട്. പിന്നെ ഒന്നും നോക്കിയില്ല, അവളെ പിടിച്ച ഒരൊറ്റ തള്ളലാണ്. ബേക്കിലേക്ക് വീണ ആ ഒരു പെൺകുട്ടിയുടെ ബോധം നഷ്ടമായി. അവളുടെ ദേഹത്ത് നിന്ന് പതിയെ ഈ സ്കിന്നുകൾ അങ്ങനെ മുറിച്ചെടുക്കാൻ തുടങ്ങുകയാണ്. ഇപ്പൊ ബോധം കെട്ടിയെടുക്കുന്ന ആ ഒരു പെണ്ണ് വേദന കൊണ്ട് അവൾക്ക് ബോധം തിരിച്ചു വരികയാണ്. ആകെ ഭയന്ന് പോയി ആ ഒരു പെണ്ണ് നിലവിളിക്കാൻ നിൽക്കുന്ന അതേ സമയത്തിന് കയറ ഒരു കത്തിയെടുത്ത് അവളുടെ കഴുത്തിൽ വെച്ച് വരയ്ക്കുകയാണ്. ആ പെൺകുട്ടി അവിടെ വെച്ച് മരണപ്പെട്ടു പോയി. ഇതിനുശേഷം ആ ഒരു വെയിറ്റർ ആയിട്ടുള്ള പെണ്ണുണ്ടല്ലോ, അവളുടെ ദേഹത്ത് പല ഭാഗത്തെയും സ്കിന്നുകൾ ഉരിഞ്ഞെടുത്ത് കയറ അവളുടെ ദേഹത്തിലെ സ്കിന്ന് പറിച്ചു കളഞ്ഞ് ആ സ്കിന്ന് കയർ ഒട്ടിക്കുകയാണ്. ഇതിനുശേഷം നേരെ വീട്ടിലേക്ക് പോകണം. വീട്ടിലെത്തി കൈയും കാലെല്ലാം നന്നായിട്ട് കഴുകി പിന്നീട് കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ അവളുടെ ആ ഒരു ഭംഗി അത് പഴയതുപോലെ തന്നെ അവൾക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. തൊലിയുടെ എല്ലാ ഭാഗത്തും നന്നായിട്ട് തിളങ്ങുന്നുണ്ട്. പൂർവാധികം ഭംഗിയോടുകൂടി അവളുടെ സ്കിന്ന് തിരിച്ചു കിട്ടിയതുപോലെ. ഈ സമയത്താണ് സോഫി അങ്ങോട്ടേക്ക് വരുന്നത്. സോഫി ആകെ അത്ഭുതപ്പെട്ടു പോയി. നീ ഏത് ഹോസ്പിറ്റലാടി പോയത്, ഇതെന്താ വല്ല മാജിക് ആയിട്ടാണോ, ഇത്രയും പെട്ടെന്ന് തന്നെ നിന്റെ സ്കിന്നും കാര്യങ്ങളും റെഡിയായല്ലോ എന്ന്. ഒരു കാര്യം കയറ ഇതിനെക്കുറിച്ച് പറയുന്നില്ല കേട്ടോ, പറയാൻ പറ്റുന്ന ഒരു കാര്യമാണോ ഇത്. പിന്നീട് കൈയും മുഖമൊക്കെ ഒന്ന് കഴുകാനായിട്ട് സോഫിയ നേരെ ടോയ്ലറ്റിന്റെ ആ ഒരു ഭാഗത്തേക്ക് പോയി നോക്കുമ്പോൾ വാഷ് ബേസിന്റെ അവിടെ ആയിട്ട് രക്തം അവിടെ ഇവിടെയായിട്ട് കാണുകയാണ്. ഇതെന്താണ്, എന്തെങ്കിലും രക്തം എന്നൊക്കെ കയറിയോട് ചോദിച്ചപ്പോൾ അവളാകെ ഭയന്ന് നിൽക്കുകയാണ്. എന്നാൽ അവളുടെ സ്കിന്നിന്റെ കണ്ടീഷൻ സോഫിയൊക്കെ അറിയുന്നത് കൊണ്ട് തന്നെ പറയണം, പോട്ടെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അവളെ ചെറുതായിട്ടൊന്ന് കെട്ടിപ്പിടിക്കുകയാണ്. അവളുടെ കൂടെ ചെറുതായിട്ടൊന്ന് അങ്ങനെ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇവരുടെ ഈ അടുപ്പത്തിന്റെ പിന്നിൽ മറ്റൊരു ഉദ്ദേശമാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിൽ പ്രണയിക്കുന്നുണ്ട്. ആ ഒരു പ്രണയം പിന്നീട് ഒരു റിലേഷനായിട്ട് മാറുകയാണ്. കയറയ്ക്കും അതിന് ഓക്കെ ആയിരുന്നു. അവൾ അതിൽ നല്ല സന്തോഷവതിയായിരുന്നു. സോഫിയുടെ കൂടെ കുറച്ചു നേരം അങ്ങനെ ഇരിക്കുകയാണ്. അതായത് അവർ റൊമാൻസ് ചെയ്യാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. ഇപ്പൊ ആ ഒരു ഡോക്ടർ പറഞ്ഞ ദിവസം വന്നിട്ടുണ്ട്. അതായത് ടെസ്റ്റ് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇന്നാ വരിക. എന്തായാലും വേഗം തന്നെ ആ ഒരു ആശുപത്രിയിലേക്ക് ക്രോബറിലേക്ക് കയറി പോകുന്നുണ്ട്. എന്നാൽ അവളുടെ തൊലിയുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ട് ഡോക്ടർ തന്നെ ആകെ ഞെട്ടിപ്പോണ്. എന്ത്, ഞാൻ ചെയ്ത ട്രീറ്റ്മെന്റ് കൊണ്ട് ഇത്രയും പെട്ടെന്ന് നിന്റെ സ്കിന്ന് പഴയതുപോലെ ആയിരുന്നു. അമ്പരന്ന് പോയ ഡോക്ടർ അവളുടെ സ്കിന്നിൽ നിന്നും ചെറുതായിട്ടുള്ള സാമ്പിൾസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കൂടുതലായിട്ട് ടെസ്റ്റ് ചെയ്യാനായിട്ട്. അതുപോലെ എന്നും നീ ഇതുപോലെ ടെസ്റ്റിനായിട്ട് വരണമെന്ന് പറയണം. കയറി പറയണം, അതിന്റെ ആവശ്യമുണ്ടോ, എന്റെ സ്കിന്ന് പഴയതുപോലെ ആയില്ലേ, അതല്ല നിനക്ക് ഓർമ്മശക്തി വളരെയധികം കുറഞ്ഞു വരുന്നുണ്ട്, അതിനെക്കുറിച്ചും ഞങ്ങൾക്കൊന്ന് പഠിക്കണം. എവിടെ തൊലി പഴയതുപോലെ ആയ സ്ഥിതിക്ക് കയറി ഇനി ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നുണ്ട്. ഇല്ല, അവൾ ഇവിടുന്ന് മടങ്ങി പോവാണ്. എന്നാൽ അവളുടെ പുറം ഭാഗത്ത് ഒരു ചെറിയ ഡോട്ട് വന്നിട്ടുണ്ട്. ആ ഒരു ഭാഗത്തെ സ്കിന്ന് പതിയെ നശിച്ചു തുടങ്ങുകയാണ്. എന്നാൽ പുറം ഭാഗത്ത് ആയതുകൊണ്ട് തന്നെ ഇതിപ്പോ കയറ് കാണുന്നില്ല. അങ്ങനെ വീട്ടിലേക്ക് എത്തി നൈറ്റ് ആയ സമയത്ത് സോഫിയ ചെറിയൊരു വൈൻ ബോട്ടിലുമായിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. രണ്ടുപേരും ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോഴും സോഫിയുടെ അത്ഭുതം എന്താ വെച്ചാൽ, എങ്ങനെയാണ് കയറ് നിന്റെ തൊലി ഇത്രയും പെട്ടെന്ന് ശരിയായത്, ഇത് വല്ലാത്തൊരു മാജിക് ആണല്ലോ. ശരിക്കും ഇന്നലെ വരെ ഉണ്ടായിരുന്ന നിന്റെ സ്കിൻ ഉണ്ടല്ലോ അത് ഭയങ്കര മോശമായിരുന്നു കേട്ടോ, എന്തായാലും വേഗം മാറ്റിയാൽ നന്നായി എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ കയറ്
കയറക്കങ്ങ് ദേഷ്യം വന്നു. ചാടി എഴുന്നേൽക്കാണ്. ഓഹോ, എന്റെ സ്കിന്ന് അത്രയും മോശമാണെങ്കിൽ നീ എന്തിനാ എന്നോട് കമ്പനി കൂടി വരുന്നത്? ഇവിടുന്ന് പോയിക്കോ, ആ രീതിയിലുള്ള ഒരു സംസാരമൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞിട്ട് കൈറ വളരെ റഫായിട്ട് തന്നെ സോഫിയോട് സംസാരിക്കുകയാണ്. സോഫി ആകെ ഞെട്ടിപ്പോയി. അവൾ അങ്ങനെയൊന്നും വിചാരിച്ച് പറഞ്ഞതായിരുന്നില്ല. എന്തായാലും വീട്ടിന്റെ പുറത്തേക്ക് പോകാൻ പറയാണ്. ആ രാത്രിയിൽ തന്നെ സോഫി ഇവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. അവളുടെ ഉള്ളിൽ വല്ലാത്തൊരു വിഷമം പോലെ തോന്നിയിട്ടുണ്ട്. പിറ്റേ ദിവസം രാവിലെയായി കൈറ നോക്കുന്ന സമയത്ത് അവളുടെ കാല്, തൊടയുടെ ആ ഒരു ഭാഗം എല്ലാം ഈ പറഞ്ഞതുപോലെ തന്നെ സ്കിന്ന് അതങ്ങനെ പൂത്ത് നിൽക്കുകയാണ്. പൂത്ത് നിൽക്കുകയെന്ന് വെച്ചാൽ കേടായി നിൽക്കുകയാണ്. അവിടെ വെച്ചാണ് കൈറ ആ രഹസ്യം മനസ്സിലാക്കുന്നത്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ ആരുടെയെങ്കിലും സ്കിന്ന് അവളുടെ ദേഹത്തേക്ക് ഒട്ടിക്കുകയാണെങ്കിൽ അത് അവളുടെ സ്കിന്നിനെ പഴയതുപോലെ ആക്കിയെടുക്കും. എന്നൊരു പ്രശ്നമുണ്ട്, ഒരു ദിവസം മാത്രമേ അതിന് ആയുസുള്ളൂ. ഒരു ദിവസം കൊണ്ട് തന്നെ അത് കേടായി പോകും. തന്റെ ആരോഗ്യവും തൊലിയും എല്ലാം പഴയതുപോലെ ആയി എന്ന് സന്തോഷിച്ച കൈറ ആകെ ഡിപ്രസ്ഡ് ആവുകയാണ്. അവൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. ഇതേ നേരം തന്നെ അവിടെ ഒരു നോട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് സോഫിയാണ് എഴുതിയത്. സോറി എന്നായിരുന്നു. ഇന്നലെ അറിയാതെ പറഞ്ഞു പോയതാന്ന് സോഫിയ പറയാണ്. അതായത് എന്താണെന്ന് അറിയില്ല, ഈ സോഫിയക്ക് കൈറയോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അറിയാതെ അവളുടെ വായിൽ നിന്നും അങ്ങനെ ഒരു കാര്യം വന്നു പോയതാണ്. പക്ഷെ ആ ഒരു കാര്യത്തിൽ സോഫിയക്ക് ഭയങ്കര വിഷമുണ്ട്. അത് അവൾ അങ്ങനെ ആ എഴുതി പോയപ്പോൾ തന്നെ ഇപ്പൊ കൈറയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നിരുന്നാലും കൈറയ്ക്ക് ഇപ്പൊ അതൊന്നും വലിയൊരു വിഷയമല്ല. അവളുടെ വിഷയം അവളുടെ തൊലിയാണ്. ഇതെങ്ങനെ വീണ്ടും പഴയതുപോലെ ആക്കാം? ഒരേ ഒരു വഴിയേ ഉള്ളൂ. അന്ന് ആ ഒരു ബാറിൽ വെച്ച് ചെയ്തതുപോലെ തന്നെ മറ്റൊരു ബാറിലേക്ക് പോവാ. അവിടുന്ന് ഒരു ലേഡിയെ പിടിക്കുക, അവരുടെ സ്കിന്ന് പറിച്ചെടുത്ത് ദേഹത്തൊട്ടിക്കുക. അതിനായിട്ട് കൈറ ഒരു ബാർ ചൂസ് ചെയ്തു. നേരെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. എന്നാൽ അങ്ങോട്ടേക്ക് പോകുന്ന കൈറയെ സോഫി കാണുന്നുണ്ട് കേട്ടോ. അതായത് എങ്ങനെയെങ്കിലും കൈറയുടെ അടുത്തേക്ക് പോയിട്ട് സംസാരിക്കണം. ആ ഒരു ഉദ്ദേശം മാത്രമേ സോഫിയുള്ളൂ. എന്നാൽ ബാറിന്റെ ഉള്ളിലേക്ക് വന്ന കൈറ ചെയ്യുന്ന പരിപാടി എന്താ വെച്ചാൽ, ഒരു തഞ്ചം കിട്ടിയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു വെയിറ്ററെ, അതായത് ഈ ബാർ ഡാൻസർ ഉണ്ടല്ലോ, അങ്ങനെ ഒരു പെൺകുട്ടിയെ കഴുത്ത് ഞെരിച്ച് കൊന്ന് അവളുടെ സ്കിൻ ആരും കാണാതെ തന്നെ അവളുടെ പല ഭാഗത്തായിട്ട് ഒട്ടിക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ ആ ഒരു ബാറിന്റെ പുറത്തേക്ക് വരുന്നുണ്ട്. അധികം വൈകില്ല വിവരം അറിഞ്ഞ് പോലീസുകാരും ഒരുപാട് ആൾക്കാർ അവിടെ കൂടിയിട്ടുണ്ട്. എന്നാൽ ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന ഭാവത്തിൽ ചെറിയൊരു ഭയത്തിൽ കൈറ പുറത്തേക്ക് പോകുമ്പോൾ പെട്ടെന്ന് തന്നെ അവളുടെ പിന്നാലെ സോഫി വരുന്നുണ്ട്. എന്താ കൈറ, അവിടെ ഒരു ബഹളം, പോലീസുകാരൊക്കെ വന്നിട്ടുണ്ടല്ലോ. അതൊക്കെ പോട്ടെ, ഞാൻ എത്ര നാളെ നിന്റെ പിന്നാലെ നടക്കുന്നു. ദയവ് ചെയ്തിട്ട് ഞാൻ പറയുന്ന ഒന്ന് കേക്ക്, സോറി ഒന്ന് ക്ഷമിക്കടോ. ഇപ്പൊ സോഫി പറയാണ് നമുക്ക് പിന്നെ സംസാരിക്കാം. ഇപ്പൊ കൈറ നേരെ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്ന സമയത്ത് ഉള്ളിൽ വല്ലാത്തൊരു ഗിൽറ്റാണ്, കുറ്റബോധം. എന്റെ തൊലി അത് പഴയതുപോലെ ആക്കാനായിട്ട് ഞാൻ എന്തൊക്കെയാ ചെയ്തു കൂട്ടുന്നേ എന്നുള്ള ആ ഒരു കുറ്റബോധം. കൊലപാതകം വരെ ചെയ്തില്ലേ, ഒരെണ്ണാണോ രണ്ടെണ്ണം. പിന്നീട് അവൾ കണ്ണാടിയിലേക്ക് നോക്കി നിൽക്കുന്ന സമയത്ത് അവളുടെ രൂപമല്ല ആ ഒരു കണ്ണാടിയിൽ അവൾ കാണുന്നത്. അവൾ തന്നെ കുറച്ച് പ്രായമായാൽ എങ്ങനെയുണ്ടാവും അതുപോലെ അവൾ കാണുന്നത്. എന്തായാലും ഒരു ദിവസം ഞാൻ ഇതുപോലെ വയസ്സാവേണ്ടതാണ്. ഇതും പറഞ്ഞ് അവൾ കിടന്ന് കാറി വിളിക്കുകയാണ്. പറഞ്ഞല്ലോ, വയസ്സാകുക എന്ന് പറഞ്ഞാൽ കൈറയ്ക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. ബട്ട് മനുഷ്യന്റെ കേസിൽ ഇത് സംഭവിക്കാതിരിക്കുകയോ? 100% സംഭവിക്കില്ലേ? പിറ്റേ ദിവസമായി കൈറ ഇന്നലെ രാത്രി ഒട്ടിച്ചു വെച്ച ആ ഒരു സ്കിന്നൊക്കെ പഴയതുപോലെ കേടായി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും അടുത്തൊരു പെൺകുട്ടിയെ തേടി അവൾ പുറത്തേക്ക് പോകാൻ നിൽക്കുമ്പോൾ പുറത്ത് തന്നെ ഇതാണ്ടേ ഒരു പോലീസിന്റെ കാർ നിൽക്കുകയാണ്. അവളാകെ പേടിച്ചു പോയി. എന്നാൽ കൈറയെ പിടിക്കാനൊന്നുമല്ല പോലീസുകാർ ഇങ്ങോട്ടേക്ക് വന്നത്. പകരം മറ്റൊരു പയ്യനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോലീസുകാർ ഇവിടുന്ന് പോകുന്നുണ്ട്. എന്നാൽ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് കൈറയ്ക്ക് ഇപ്പൊ വല്ലാത്തൊരു ഭയം. വേഗം തന്നെ വീട്ടിന്റെ ഉള്ളിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പണ്ട് ആരോ ഒരാൾ വന്നിട്ട് വീണ്ടും കോണിംഗ് ബെൽ അടിക്കുന്നത്. ഇതിങ്ങനെ തെറ്റ് ചെയ്തതുകൊണ്ട് തന്നെ അവൾക്കുള്ളിൽ വല്ലാത്തൊരു ഭയമാണ്. പോലീസാണോ എന്നുള്ള ആ ഒരു ഭയത്തിൽ പോയിട്ട് അവൾ വാതിൽ തുറന്നു നോക്കുമ്പോൾ അത് നമ്മുടെ സോഫിയായിരുന്നു. സോഫിയ വന്ന സമയത്ത് തന്നെ കൈറയെ നോക്കിയിട്ട് ക്ഷമിക്കടി, അറിയാതെ പറ്റിപ്പോയതാടോ, നീ ഇല്ലാതെ എനിക്ക് പറ്റുന്നില്ല, എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. അപ്പൊ സോഫിയുടെ ആ ഒരു അവസ്ഥ കണ്ടപ്പോൾ തന്നെ കൈറയ്ക്ക് മനസ്സിലായി. അതായത് കൈറ ഇല്ലാതെ സോഫിയക്ക് നിൽക്കാൻ പറ്റൂല എന്ന്. അത്രയും അവൾ സ്നേഹിക്കുന്നുണ്ട്. നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ റൂമിലിരുന്നോ, ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്ന് കൈറ പറയാണ്. ശരി, ഞാൻ വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് സോഫിയ അവളുടെ മുറിയിലേക്ക് പോകുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ കൈറ ചിന്തിക്കുകയാണ്, എന്തായാലും എനിക്ക് ഇങ്ങനെ ഒരു സ്കിന്നിന്റെ കണ്ടീഷൻ ഉണ്ട്, എനിക്ക് ജീവിക്കുകയും വേണം. അപ്പൊ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഒരു തെറ്റല്ല. അതായത് എത്ര വേണമെങ്കിലും ആൾക്കാരെ ഇനിയും കൊല്ലാം എന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് കയറി വരികയാണ്. നേരെ ബാത്റൂമിലേക്ക് പോവാണ്. ഓൾറെഡി ഒരു പെൺകുട്ടിയെ അവൾ തട്ടിക്കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഇനി ആവശ്യം വരുമ്പോൾ പുറത്തു പോയി കൊല്ലണ്ടല്ലോ. സ്കിൻ ആവശ്യമുള്ളപ്പോൾ ആ ഒരു പെൺകുട്ടിയുടെ ദേഹത്ത് നിന്ന് തന്നെ മുറിച്ചെടുത്താൽ മതിയല്ലോ. അതിന് വേണ്ടിയിട്ട് അപ്പൊ ആവശ്യമുള്ള സ്കിന്ന് ഇപ്പൊ അവളുടെ ദേഹത്ത് നിന്ന് മുറിച്ചെടുക്കുകയാണ്. ദേഹത്ത് ഒട്ടിക്കുന്നുണ്ട്. ഇതിനുശേഷം നേരെ സോഫിയുടെ അടുത്തേക്ക് പോവാണ്. പറഞ്ഞതുപോലെ തന്നെ കണ്ട വാർഡിനെ രണ്ടുപേരും റൊമാൻറ്റിക്കായി മാറുകയാണ്. അതായത് ആ ഒരു സമയത്തിലേക്ക് അവർ പോവാണ്. ഇതെല്ലാം കഴിഞ്ഞ സമയത്ത് സോഫിയ കൈറയുടെ പുറത്തേക്ക് നോക്കുന്ന സമയത്ത് അവിടെ ഒരു ഡോട്ട് വന്നിട്ടുണ്ട്. അതായത് സ്കിന്ന് പഴയതുപോലെ കേടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് മാറിയിട്ടില്ലെന്ന് സോഫിയ കൈറയോട് ചോദിക്കുകയാണ്. ഞാൻ കണ്ടിട്ടില്ലല്ലോ. അതായത് പുറത്തുള്ള കാര്യങ്ങൾ കൈറയ്ക്ക് കാണാൻ കഴിയില്ലല്ലോ. എത്രയും പെട്ടെന്ന് തന്നെ നീ വീണ്ടും ആ ഒരു ആശുപത്രിയിലേക്ക് പോകുന്ന സോഫിയ പറയണം. ഞാൻ എന്തായാലും പോയിക്കോളാം എന്നിട്ട് വേഗം തന്നെ കൈറ റൂമിന്റെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. എന്നാൽ ഈ കൈറ നേരെ ചെല്ലുന്നത് എങ്ങോട്ടേക്കാണ്? അവളുടെ ആശുപത്രിയിലേക്ക്, ബാത്റൂമിലേക്ക്. അവിടെയാണല്ലോ പെൺകുട്ടിയെ കെട്ടിവെച്ചിട്ടുള്ളത്. ആ ഒരു പെൺകുട്ടിയുടെ സ്കിന്ന് തന്നെ മുറിച്ചെടുത്ത് ഇപ്പൊ കൈറ അവളുടെ ദേഹത്ത് പൊട്ടിക്കുകയാണ്. അതുപോലെ അവളുടെ തൊടയുടെ ഭാഗം നോക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും അത് കെട്ടുപോയിട്ടുണ്ട്. എന്തായാലും ഇതിനുശേഷം കൈറയ്ക്ക് തീരെ സഹിക്കാൻ പറ്റുന്നില്ല. അവൾ നേരെ ആ ഒരു ആശുപത്രി ഉണ്ടല്ലോ ക്രോബർ, അങ്ങോട്ടേക്ക് ചെന്ന് ഡോക്ടറോട് കാര്യങ്ങൾ പറയുന്നത്. ഡോക്ടറെ, ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എത്രയും പെട്ടെന്ന് തന്നെ എന്റെ സ്കിന്നിന്റെ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തണം. എന്നാൽ ഡോക്ടർ പറയുന്നത് അത് അത്ര പെട്ടെന്ന് ചെയ്യാൻ കഴിയില്ല, ഒരുപാട് പഠനങ്ങൾ നടത്താനുണ്ട്. അതിൽ എന്തെങ്കിലും ഒരു പിഴവ് വന്നു പോയാൽ അത് നിനക്ക് നെഗറ്റീവായിട്ട് ബാധിക്കും. അങ്ങനെ ഒറ്റയടിക്ക് ചെയ്യാൻ കഴിയില്ല. ഞങ്ങൾ അതിനെക്കുറിച്ച് നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ദാ ആ കാണുന്ന ഫയൽ കണ്ടോ, അതിൽ മുഴുവൻ നിന്റെ സ്കിന്നിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ എന്ന് പറയാണ്. ഇതിനുശേഷം ഡോക്ടർ അവിടുന്ന് പോയപ്പോൾ കൈറ ആ ഒരു ഫയലിലേക്ക് തന്നെ നോക്കുന്നുണ്ട്. അതിനർത്ഥം എന്താണ്? അത് അടിച്ചു മാറ്റാനാണ് അവളുടെ ഉദ്ദേശം. രാത്രിയായ സമയത്ത് ആരും കാണാതെ എങ്ങനെയൊക്കെയോ കൈറ
ഇതിന്റെ ഉള്ളിലേക്ക് കയറി പറ്റുന്നുണ്ട്. അവളുടെ ഉദ്ദേശം അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അവളുടെ ആ ഒരു ഫയൽ ഇവിടുന്ന് അടിച്ചു മാറ്റലാണ്. ആ പരിപാടി അവൾ ചെയ്യുന്നുണ്ട്. ആരും കാണാതെ അവളുടെ പേരിലുള്ള ആ ഒരു ഫയൽ ഇവിടുന്ന് എടുത്തു കൊണ്ടുപോവാണ്. നേരെ വീട്ടിലേക്ക് എത്തി നോക്കുന്ന സമയത്ത് അവളാകെ ഞെട്ടിപ്പോയി. രാത്രി ഓൾറെഡി ഒരു പെൺകുട്ടിയെ ബാത്റൂമിൽ കൊണ്ടുവന്ന് കെട്ടി പൂട്ടിയിട്ടിട്ടില്ലേ, ആ ഒരു പെൺകുട്ടി എങ്ങനെയൊക്കെയോ എഴഞ്ഞ് രക്ഷപ്പെടാനായിട്ട് മെയിൻ വാതിലിന്റെ അടുത്തേക്ക് എത്താനായിട്ടുണ്ട്. എന്നാൽ എങ്ങനെയൊക്കെയോ കയറി അവളുടെ വായും കൈയെല്ലാം പൊത്തി പിടിച്ച് നേരെ ബാത്റൂമിലേക്ക് തന്നെ വലിച്ചു കൊണ്ടുപോവാണ്. ആ പെൺകുട്ടിയുടെ ദേഹത്തുനിന്ന് ഒരു തരി വസ്ത്രം ഇല്ലാട്ടോ. കാരണം ആവശ്യമുള്ള സമയത്ത് അവളുടെ ദേഹത്തുനിന്ന് സ്കിൻ അങ്ങനെ മുറിച്ചെടുക്കണ്ടേ. അതുപോലെ ആ ഒരു പെൺകുട്ടിയെ വലിച്ചു കൊണ്ടുപോയപ്പോൾ നിലത്തേക്ക് ആകെ ബ്ലഡ് ആയിട്ടുണ്ട്. വേഗം തന്നെ അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കൈറ. ഇതേ സമയത്താണ് സോഫി അങ്ങോട്ടേക്ക് വന്ന് വാതിൽ മുട്ടുന്നത്. അവൾക്ക് ഈ ഒരു കാര്യം തിരിയാതിരിക്കാനായിട്ട് വേഗം ഒരു വൈൻ ബോട്ടിൽ എടുത്ത് നിലത്തിട്ട് മനഃപൂർവ്വം പൊട്ടിക്കുകയാണ്. വാതിൽ തുറന്ന സമയത്ത് സോഫിയ ഇതാണ് കാണുന്നത്. നല്ല സ്മെല്ലും ഉണ്ട്. അപ്പൊ സോഫിയ പറയണ വൈൻ ബോട്ടിൽ പൊട്ടിയല്ലേ, ഞാൻ ഉള്ളിലേക്ക് വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ കയറ് പറയണത് വേണ്ട വല്ലാത്തൊരു നാറ്റാണ്, നമുക്ക് രണ്ടുപേർക്കും തൽക്കാലം നിന്റെ റൂമിലേക്ക് പോവാം, നീ എന്തായാലും നടക്ക്, ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് കയറ് നേരെ അവൾ അടിച്ചു മാറ്റിക്കൊണ്ടുവന്ന ആ ഒരു ഫയലുമായിട്ട് നേരെ സോഫിയുടെ റൂമിലേക്ക് ചെല്ലുകയാണ്. ആ ഫയൽ കണ്ടപ്പോൾ സോഫിയ ചോദിക്കല്ലോ ഇതെന്താണെന്ന്. കയറ കാര്യങ്ങളൊക്കെ പറയാണ്. ഞാൻ ഇതുപോലെ ആശുപത്രിയിൽ നിന്ന് അടിച്ചു മാറ്റിയതാണ്, അതായത് ക്രോബർ എന്ന് പറഞ്ഞ ആശുപത്രിയിൽ നിന്ന്. കേട്ട വാർഡ് തന്നെ സോഫിയ വല്ലാതെ ഞെട്ടി പോകുന്നുണ്ട്. എന്തുകൊണ്ടാന്ന് അറിയില്ല. പക്ഷെ കയറ ഇവൾ എന്താ പറയാ എന്നിങ്ങനെ വിചാരിച്ച് നിൽക്കുമ്പോൾ ഇപ്പൊ സോഫി പറയണേ എന്തായാലും അടിപൊളിയായി, എന്തായിരിക്കും അതിലുണ്ടാവുക, നമുക്കൊന്ന് നോക്കിയാലോ. എന്നാൽ കയറൊക്കെയാണെങ്കിൽ അതിന്റെ ഉള്ളിൽ ആ ഒരു കേസറ്റും കാര്യങ്ങളൊന്നും പ്ലേ ചെയ്യാനൊന്നും അറിയില്ല കേട്ടോ. അവൾക്ക് ഇതിനെക്കുറിച്ചൊന്നും യാതൊരു ധാരണയില്ല. എന്തായാലും സോഫിയ ആ ഒരു കേസറ്റ് അത് പ്ലേ ചെയ്ത് കൊടുക്കുമ്പോൾ അതിൽ ഒരുപാട് ഫോൾഡേഴ്സ് ഉണ്ട്. ഫസ്റ്റ് അത് ഫോൾഡർ ഇവർ തുറന്നു നോക്കുമ്പോൾ ആ ഒരു ഡോക്ടർ ഉണ്ടല്ലോ ക്രോബർത്തെ, അവർ ഈ സ്കിന്ന്, അതിന്റെ ആ ഒരു ജെനറ്റിക്സ്, അതിന്റെ DNA അങ്ങനെ കുറേ കാര്യങ്ങളായിട്ട് ക്ലാസ് എടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അതെന്തിനാ ഇവർ കേൾക്കുന്നത്, ഇവർക്ക് അതിന്റെ ഒരു ആവശ്യമില്ലല്ലോ. എന്തായാലും പിന്നീട് ആ ഒരു ഫോൾഡർ ക്ലോസ് ചെയ്ത് അടുത്ത ഫോൾഡർ അവരിങ്ങനെ ചെക്ക് ചെയ്ത് പോകുമ്പോൾ ടെസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോൾഡർ കാണുകയാണ്. അത് തുറന്നു നോക്കുമ്പോൾ നമ്മുടെ കൈറയെ പോലെ തന്നെ ഒരുപാട് ആൾക്കാരുടെ പേര് ലിസ്റ്റ് ചെയ്തിട്ട് അവിടെ ഉണ്ട്. അപ്പൊ അവൾക്ക് മാത്രമല്ല ഈ ഒരു കണ്ടീഷൻ വന്നിട്ടുള്ളത്, വേറെയും ഒരുപാട് ആൾക്കാർക്കുണ്ട്. അപ്പൊ ആ ഒരു പേരുകൾ മുഴുവൻ നോക്കി ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് കയറ നിർത്താൻ വേണ്ടി പറയണം. എന്താ കാര്യം ചോദിച്ചപ്പോൾ അവളുടെ പേര് അവൾ കണ്ടുപോ എന്ന് സോഫിയ പറയണേ. ഞാൻ കണ്ടിട്ടില്ലല്ലോ, ഞാൻ കണ്ടു എന്ന് പറഞ്ഞിട്ട് കയറ ഒരു ഫോൾഡർ കാണിച്ചു കൊടുക്കുകയാണ്. അത് തുറക്കാൻ നിൽക്കുമ്പോൾ സോഫിയ പറയുന്നുണ്ട് കയറ വെറുതെ ആവശ്യമില്ലാത്ത പരിപാടിക്ക് നിൽക്കണോ, വെറുതെ എന്തിനാ നമ്മളിങ്ങനെ ആ ഒരു ഫോൾഡറൊക്കെ തുറന്നു നോക്കുന്നത്, എന്തായാലും നീ അത് തുറക്കുമെന്ന് കയറ പറയാണ്. സോഫിയ അത് പ്ലേ ചെയ്തു നോക്കുമ്പോൾ കയറയുടെ പേരാണെങ്കിലും അതിലുണ്ടായിരുന്നത് കുറച്ച് പ്രായമായിട്ടുള്ള ഒരു സ്ത്രീയാണ്. ആ സ്ത്രീ ഇങ്ങനെ ക്യാമറയിലേക്ക് നോക്കിയിട്ട് സംസാരിക്കുകയാണ്. ഞാൻ ആരുടെയും നിർബന്ധപ്രകാരമല്ല ഈ ഒരു ആശുപത്രിയിലേക്ക് വന്നത്, ഞാൻ എന്റെ സ്വയം ഇഷ്ടപ്രകാരമാണ് ഈ ഒരു ടെസ്റ്റിനും ഈ ഒരു പരീക്ഷണത്തിനും എനിക്ക് പരിപൂർണ്ണ സമ്മതമാണെന്ന് പറയാണ്. അതായത് ക്രോബർ എന്ന ആശുപത്രിയിൽ ഒരു വലിയ പരീക്ഷണം നടക്കുകയാണ്. വയസ്സാവുന്ന ആൾക്കാരുണ്ടല്ലോ, അവരുടെ ആ ഒരു പ്രായത്തെ അതിങ്ങനെ കുറച്ച് കൊണ്ടുവരുന്ന ഒരു പുതിയ പരീക്ഷണം. ഇവിടെ വെച്ചാണ് കൈറ ആ രഹസ്യം മനസ്സിലാക്കുന്നത്. ആ വീഡിയോയിൽ കാണുന്ന ആ വൃദ്ധയായിട്ടുള്ള സ്ത്രീ അത് മറ്റാരുമല്ല, ഈ കൈറ തന്നെയാണെന്ന്. പേഴ്സണലി കൈറയ്ക്ക് വൃദ്ധയാവുക, വയസ്സാവുക എന്ന് പറഞ്ഞാൽ തീരെ അക്സെപ്റ്റ് ചെയ്യാത്തൊരു കാര്യമാണല്ലോ. എന്നാൽ ഓൾറെഡി കൈറ വയസ്സായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ആശുപത്രിയിൽ ഒരു പുതിയ പരീക്ഷണം നടക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ അവളായിട്ട് തന്നെ ഇങ്ങോട്ടേക്ക് വന്നതാണ്. സ്വയം ഇഷ്ടപ്രകാരം, ആരും അവളെ ഫോഴ്സ് ചെയ്തിട്ടില്ല. കാരണം എന്താണ്, അവൾക്ക് വയസ്സാവുന്നത് ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ ആ ആശുപത്രിയിലെ ക്രോബർ എന്ന ആശുപത്രിയിലെ പുതിയ ആ ഒരു പരീക്ഷണം കാരണമാണ് കൈറ ഇപ്പോൾ ഉള്ളതുപോലെ യങ് ആയിട്ടിരിക്കുന്നത്. എന്നാൽ ഇതിന്റെ ഏറ്റവും വലിയൊരു നെഗറ്റീവ് സൈഡ് എന്താ വെച്ചാൽ, ഇതുപോലെ യങ് ആവുന്ന സമയത്ത് കൈറയ്ക്ക് ഒരുപാട് മെമ്മറി ലോസ് സംഭവിച്ചു. അതങ്ങനെയാണ്, ഈ ഒരു പരീക്ഷണത്തിന്റെ ഭാഗമാണത്. ഇവിടെ വെച്ചാണ് കൈറയ്ക്ക് പല കാര്യങ്ങളും കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നത്. അതായത് അവൾ ഇടയ്ക്കിടയ്ക്ക് പോവാറുണ്ട് എന്ന് പറയുന്ന ആ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടല്ലോ ജെയ്സൺ, അത് അവളുടെ ബോയ് ഫ്രണ്ട് ഒന്നുമല്ല, യഥാർത്ഥത്തിൽ അവളുടെ ഭർത്താവ് തന്നെയാണ്. മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് കാണാറുള്ള ആ ഒരു ചെറിയ പെൺകുട്ടിയുടെ രൂപം അത് അവളുടെ മകളാണ്. എന്നാൽ 20 വർഷങ്ങൾക്ക് മുന്നേ ഭർത്താവുമായിട്ട് ഡിവോഴ്സ് ചെയ്തിട്ടുണ്ട്. ഭർത്താവ് മറ്റെവിടെയാണ്, അതുപോലെ തന്നെ മകളും മറ്റെവിടെയാണ്. അപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കിയ സമയത്ത് കൈറ ആകെ ഒരുമാതിരി വല്ലാത്തൊരു ശൂന്യതയിലേക്ക് എത്തിയതുപോലെ അവൾക്ക് തോന്നുകയാണ്. അതായത് അവൾ ഏറ്റവും കൂടുതൽ ഭയന്നിരുന്ന ആ ഒരു കാര്യം, ഒരു വൃദ്ധയാകുക എന്ന് പറഞ്ഞ കാര്യം, അതായിരുന്നു അവള്. ശരിക്കും അവളൊരു വൃദ്ധ തന്നെയാണ്. പരീക്ഷണത്തിലൂടെ അവളിങ്ങനെ യങ് ആയി നിൽക്കുന്നു എന്ന് മാത്രം സത്യം മനസ്സിലാക്കിയിട്ട് ഒരു വല്ലാത്ത അവസ്ഥയിലായിട്ട് കയറി പറയണേ, ഞാൻ എന്തിനാ ഇനി ജീവിച്ചിരിക്കുന്നത്, എനിക്ക് ചാവണം എന്നൊക്കെ പറയുമ്പോൾ സോഫിയ പറയണത് വേണ്ട, എനിക്ക് നിന്നെ വേണമെന്ന് പറയണ. കയറി വീണ്ടും പറയുന്നുണ്ട് ഞാനൊരു വൃദ്ധയാണ്, എന്നെ എന്തിനാ നിനക്ക്. ഇപ്പൊ സോഫിയ പറയാണ് അതെന്തെങ്കിലും ആയിക്കോട്ടെ, എനിക്ക് യാതൊരു വിഷയമില്ല. ഒരു കാര്യം ഞാൻ നിന്നോട് പറയട്ടെ കയറ, എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല. ഇപ്പൊ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ആ ആശുപത്രിയിലേക്ക് പോയിട്ട് നിന്റെ സ്കിന്നിനെ അത് വീണ്ടും പഴയതുപോലെ ആക്കുക. അങ്ങനെ ചെയ്തൂടെ എന്ന് ചോദിക്കുമ്പോൾ കയറ പറയാണ് ഒരിക്കലുമില്ല. ആ ലാബിലെ ഒരു എലിയെ പോലെ ഇനിയുമായി മാറാൻ എന്നെ കൊണ്ട് കഴിയില്ല. വേദന തിന്നുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യമല്ലേ ഞാൻ ചെയ്തു വെച്ചത്, ഇനി അത് വേണ്ടാന്ന് പറയുമ്പോൾ ഇപ്പൊ സോഫിയ പറയാൻ എന്നാ ഒരു കാര്യം ചെയ്യും, ആരും കാണാതെ നമുക്ക് ഇവിടുന്ന് നാട് വിട്ടു പോവാം, ആരും ഇനി നമ്മൾ അന്വേഷിച്ച് വരാൻ പോകുന്നില്ല, മറ്റൊരു നാട്ടിൽ പോയിട്ട് പുതിയൊരു ഐഡന്റിറ്റിയിൽ തന്നെ നമുക്ക് ജീവിക്കാന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ കൈറയ്ക്കും ഇതിൽ ഓക്കെ ആയിട്ട് തോന്നുന്നുണ്ട്. വേഗം തന്നെ സോഫിയ പോയിട്ട് അവളുടെ സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. കയറി വിളിക്കാൻ വന്നപ്പോൾ കയറി പറയാണ് നീ കുറച്ചു നേരം വെയിറ്റ് ചെയ്യ്, എനിക്ക് ചില പണികളുണ്ട്. വീണ്ടും അവളുടെ റൂമിലേക്ക് അവൾ കയറി വരികയാണ്. കയ്യിൽ ചെറിയൊരു പെട്രോൾ ക്യാൻ ഉണ്ട്. അതെടുത്ത് അതിന്റെ പല ഭാഗത്തായിട്ട് ഒഴിക്കുന്ന സമയത്ത് അവളുടെ മകളുടെ രൂപം ഉണ്ടല്ലോ അവൾ നേരിട്ട് കാണുകയാണ്. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ അവളെ കണ്ട ആ ഒരു ഓർമ്മയെ കയറയ്ക്കുള്ളൂ. അതുപോലെ തന്നെ അവളുടെ ഭർത്താവിന്റെ രൂപവും കയറയ്ക്ക് കാണാൻ കഴിയുന്നുണ്ട്. രണ്ടുപേരോടും കൂടെ ക്ഷമ പറഞ്ഞ് അവളുടെ റൂമിൽ നിറയെ പെട്രോൾ ഒഴിച്ച് അവസാനം അതിന് തീ
തീയിട്ടുകൊണ്ട് കൈറ പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്ത് സോഫി ഉണ്ടായിരുന്നു. അങ്ങനെ രണ്ടുപേരും കൂടെ ഇവിടുന്ന് പോകുന്ന സമയത്ത് കൈറയെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അല്ലെങ്കിൽ അവളുടെ ഐഡന്റിറ്റി ആയിട്ടുള്ള ആ ഒരു റൂം തന്നെ പൂർണ്ണമായിട്ടും കത്തിയെരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ അവരുടെ ഒരു പഴയ കാലൊക്കെ ഇല്ലാതാക്കി മറ്റൊരു നാട്ടിലേക്ക് പോവാണ്. പോകുന്ന വഴിയിൽ ഇവരുടെ കയ്യിൽ ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു. കൈറയ്ക്ക് വന്ന അതേ അവസ്ഥ അല്ലെങ്കിൽ അവളെ പോലെ തന്നെ ആ ഒരു പരീക്ഷണത്തിന് വിധേയമായ ആൾക്കാരുടെ ലിസ്റ്റ് ആയിരുന്നു അത്. എന്നാൽ ആ ലിസ്റ്റിലുള്ള ഓരോ ആൾക്കാരെയും ഇവർ തപ്പിപ്പോകുമ്പോൾ ഒന്നില്ലെങ്കിൽ അവർ മരണപ്പെട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവരെ കാണാതായിട്ടുണ്ട്. ആരെയും നേരിട്ട് കാണാനായിട്ട് ഇവർക്ക് പറ്റിയിട്ടില്ല. അതിനർത്ഥം എന്താണ്? ഇത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. ഇതിന്റെ പിന്നിൽ ആ ഒരു ക്രോബർ എന്ന് പറഞ്ഞാൽ ആ ആശുപത്രി തന്നെയാണ്. ഒന്നില്ലെങ്കിൽ അവർ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ കൊന്നിട്ടുണ്ടാവും. കാരണം അവരുടെ ആ ഒരു ടെസ്റ്റ് അത് ഫെയിലിയർ ആയിട്ട് അത് പുറത്ത് ആരും അറിയാതിരിക്കാനായിട്ട് ഇവിടെ വെച്ച് തന്നെ സോഫി ഒരു തീരുമാനം എടുക്കുകയാണ്. എന്നാൽ ഒരിക്കലും ഇതിന്റെ പിന്നാലെ ഇനി നമുക്ക് പോകണ്ട, ഇവിടുന്ന് ഒരുപാട് ദൂരത്തേക്ക് പോകുന്ന പറയുമ്പോൾ കൈറ പറയാണ് അതിന് മുന്നേയായിട്ട് എനിക്കൊരു കാര്യം കൂടെ ചെയ്തു തീർക്കാണ്ട്. ഒരു ഫോട്ടോയിലേക്ക് നോക്കുകയാണ്. അത് കൈറയുടെ മകളായിരുന്നു. എങ്ങനെയൊക്കെയോ കൈറ അവളുടെ മകളുടെ ആ ഒരു അഡ്രസ്സ് തപ്പി പിടിച്ച് അങ്ങോട്ടേക്ക് ചെല്ലുന്ന സമയത്ത് കൈറയുടെ മകളുടെ ബർത്ത്ഡേ ആയിരുന്നു എന്ന്. ആ ഒരു പെൺകുട്ടിക്ക് ഏകദേശം 10 വയസ്സായിട്ടായിട്ടുണ്ട്. നേരെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് ഒരു ചെറിയ പെൺകുട്ടി. അവളുടെ അമ്മൂമ്മയാണ് കൈറ. അവളെ കുറച്ചു നേരം അവിടെ നിന്ന് കൊഞ്ചിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ കൈറയുടെ മകൾ അങ്ങോട്ടേക്ക് വന്ന് നിങ്ങൾ ആരാണെന്നൊക്കെ ചോദിക്കുമ്പോൾ കൈറ വേഗം അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ്. ആ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. കൈറ ഭയങ്കര യങ്ങായി നിൽക്കുക. അവളുടെ അതേ ഏജിൽ തന്നെയുള്ള മകൾ, പിന്നെ പേരുകുട്ടിയും. എന്തായാലും അവരോട് സത്യങ്ങളൊന്നും പറയണ്ട, അവരെന്തിനാ ഒരുപാട് വിഷമിപ്പിക്കുന്നത്. ഇത് കരുതിയിട്ട് എല്ലാ രഹസ്യങ്ങളും മറച്ചു വെച്ചുകൊണ്ട് കൈറ നമ്മുടെ സോഫിയുടെ കൂടെ നിന്ന് ഇവിടുന്ന് ഒരുപാട് ദൂരേക്ക് പോവാണ്. അതായത് ക്രോബർ എന്ന് പേരുള്ള ആ ഒരു ആശുപത്രി, അതിലെ ആരും ഇനി അങ്ങോട്ടേക്ക് തേടി വരാൻ പോകുന്നില്ല. കുറച്ച് നാളുകൾ അങ്ങനെ പോകുന്നുണ്ട്. കൈറയും സോഫിയും രണ്ടുപേരുടെയുള്ള ആ ഒരു റിലേഷൻ അതിലൊരു കോട്ടവും സംഭവിക്കുന്നില്ല. എന്നാൽ പതിയെ ദിവസങ്ങൾ മുന്നോട്ടേക്ക് പോകും തോറും കൈറയുടെ സ്കിന്നിന്റെ അവസ്ഥ വളരെ മോശമായിട്ട് വരികയാണ്. ഇത് കണ്ടുകൊണ്ട് നിൽക്കാനായിട്ട് സോഫിയക്ക് പറ്റുന്നില്ല. വല്ലാത്തൊരു വേദന മനസ്സിൽ തോന്നുകയാണ്. അതുകൊണ്ട് തന്നെ സോഫിയ പറയുന്നുണ്ട് കൈറ ദയവ് ചെയ്ത് ഞാൻ പറയുന്ന ഒരു കാര്യം കേൾക്ക്, നമുക്ക് ആ ഒരു ആശുപത്രിയിലേക്ക് തിരിച്ചു പോവാം. നിന്റെ സ്കിന്നിനെ എങ്ങനെയെങ്കിലും പഴയതുപോലെ ആക്കാനുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറ്റുമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ എന്ന കൈറ പറയാണ്. ഞാൻ ഈ ഒരു അവസ്ഥയിൽ മരിച്ചാലും എനിക്ക് ഒരു കുഴപ്പമില്ല. കാരണം എന്താണെന്നറിയോ, ആ ലാബിലേക്ക് വീണ്ടും തിരിച്ചു പോയിട്ട് അവിടെ ഒരു എലിയെ പോലെ നിൽക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല എന്ന് പറയാണ്. ഇപ്പൊ സോഫി എത്ര പറഞ്ഞിട്ടും കൈറ ഇതിന് സമ്മതിക്കുന്നില്ല. അങ്ങനെ ഒരു ദിവസം ഇവർ രണ്ടുപേരും കൂടെ അവരുടെ ആ ഒരു റൊമാൻസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ബെഡിലിരിക്കുമ്പോൾ ഈ സോഫിയ വന്നിട്ട് കൈറയുടെ ഷോൾഡറിൽ അങ്ങനെ തലവെക്കുകയാണ്. ഇവിടെ വെച്ചാണ് സോഫിയ ഒരു രഹസ്യം കൈറയോട് പറയുന്നത്. കൈറ നീ എന്നോട് ക്ഷമിക്കണം, അതുപോലെ തന്നെ എന്നോട് ദേഷ്യവും തോന്നരുത്. നിന്നെ ആദ്യമായിട്ട് ഞാൻ കണ്ട ഒരു സമയം, അതുപോലെ പിന്നീട് ഉണ്ടായിരുന്ന ഓരോ സമയവും ഇത് ഞാനായിട്ട് നിന്റെ അടുത്തേക്ക് വന്നതല്ല. എനിക്ക് കാശ് കിട്ടി ഞാൻ ചെയ്തൊരു ജോലിയാണ്. നിന്നെ നോക്കാനായിട്ട് അവരെന്നെ ഏൽപ്പിച്ചിരിക്കുകയായിരുന്നു. ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ആ ആശുപത്രിയിലെ ആൾക്കാർ തന്നെ, ക്രോബേഴ്സ് തന്നെ. അവർ നിന്റെ മേത്തൊരു പരീക്ഷണം നടത്തിയ സമയത്ത് അതിന്റെ കൂടുതൽ റിസൾട്ട് അവർക്ക് അറിയാനായിട്ട് നിന്നെ എപ്പോഴും ഒബ്സർവ് ചെയ്യാനായിട്ടാണ് എന്നെ അങ്ങോട്ടേക്ക് വിട്ടത്. എന്നൊരു കാര്യം പറയട്ടെ, നിന്റെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന ഓരോ സമയം എനിക്ക് വല്ലാതെ ഫീൽ ആവാൻ തുടങ്ങി. ഞാൻ നിന്നെ ചതിക്കുകയായിരുന്നെങ്കിലും ഒരു ഘട്ടത്തിൽ യഥാർത്ഥത്തിൽ ഞാൻ നിന്നെ പ്രണയിക്കുകയായിരുന്നു എന്നിങ്ങനെ കൈറയോട് പറയുമ്പോൾ കൈറാകെ ഞെട്ടിപ്പോകുന്നുണ്ട്. കൈറ അവിടുന്ന് എഴുന്നേൽക്കാൻ നോക്കുമ്പോൾ സോഫി പറയാണ് നിന്നെ കൊണ്ട് എഴുന്നേൽക്കാൻ കഴിയില്ല. നീ ഇപ്പൊ കുടിച്ച വൈനിൽ ഞാൻ മയക്കുമരുന്ന് ചേർത്തിട്ടുണ്ട്. അധികം വൈകാതെ നിന്റെ ബോധം പോകും. കാരണം എനിക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നില്ല കൈറ നിന്റെ ഈ ഒരു അവസ്ഥ. ആ ആശുപത്രിയിലേക്ക് ഞാൻ നിന്നെ തിരിച്ചു കൊണ്ടുപോവാണ്. തീർച്ചയായിട്ടും അവിടുത്തെ ആ ഒരു ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നീ പഴയതുപോലെ ആവുമെന്ന് പറയാണ്. എന്തായാലും മയക്കുമരുന്ന് ഉള്ളിൽ ചെന്നതുകൊണ്ട് തന്നെ കൈറയുടെ ബോധം പൂർണ്ണമായിട്ടും നഷ്ടമായി. പിന്നീട് കണ്ണു തുറന്നു നോക്കുമ്പോൾ ആ ആശുപത്രിയിലാണ്. അവളുടെ തൊട്ടു മുന്നിൽ തന്നെ ആ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് ശരിക്കും ആ ഒരു ഡോക്ടറുടെ തനി രൂപം കൈറ കാണുന്നത്. ഒരു വല്ലാത്ത രീതിയിൽ അവരങ്ങനെ ചിരിക്കുന്നുണ്ട്. നീ കാരണം ഒരു കാര്യം എനിക്ക് മനസ്സിലായി കൈറ. അതായത് ലാബിൽ ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന എലികൾ ഒരു കാരണവശാലും പുറത്തേക്ക് വിടാൻ പാടില്ല. ആകെ ഞെട്ടിപ്പോയ കൈറ് പറയാണ് എന്തിനാണ് എന്നോട് ഈ ഒരു ദ്രോഹമൊക്കെ ചെയ്യുന്നത്? ഞാൻ നിങ്ങളോടൊക്കെ എന്ത് പാപാ ചെയ്തത്? ഇപ്പൊ ഈ ഒരു ഡോക്ടർ പറയാണ് ദ്രോഹം ചെയ്തു എന്നോ? ഇതുപോലൊരു പരീക്ഷണം നടക്കുമ്പോൾ നീയായിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ്, ഇത് എന്റെ മേത്ത് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. എന്നാ ഇപ്പൊ കുറ്റം മുഴുവൻ ഞങ്ങളുടെ തലയിലേക്ക് നീ ഇടുകയാണോ? നിനക്കൊരു ആവശ്യം ഉണ്ടായിരുന്നു, ആ ആവശ്യത്തിന് വേണ്ടി നീ ഇങ്ങോട്ടേക്ക് വന്നു, അത് ഞങ്ങൾ ചെയ്തു കളഞ്ഞു. എന്നാൽ ഇവിടെ വെച്ച് നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഇനി മുതൽ നീയല്ല, ഈ ലാബിലെ ഒരു ടെസ്റ്റ് മൃഗമാണ്, ലൈക്ക് എ റാറ്റ്. അതൊക്കെ ശരി, പക്ഷെ എന്തിനാണ് ഈ ഒരു പരീക്ഷണത്തിന് വേണ്ടി നിങ്ങൾ എന്റെ മെമ്മറി അതിനെ നശിപ്പിച്ചു കളഞ്ഞത്? എനിക്ക് എന്റെ മകളുടെ പേര് ഓർമ്മയില്ല, ഭർത്താവ് ആരാണെന്ന് അറിയില്ല. എന്തിനാണ് എന്റെ ജീവിതത്തിനെ തന്നെ നിങ്ങൾ ഇല്ലാതാക്കിയത്? ഇപ്പൊ ആ ഒരു ഡോക്ടർ പറയാണ് അത് ഈ ഒരു ടെസ്റ്റിന്റെ ഭാഗമാണ്. നിനക്ക് പുതിയൊരു ലൈഫ് കിട്ടുമ്പോൾ പഴയ ലൈഫിനെ കുറിച്ച് നീ ഓർക്കാൻ പാടില്ല. അങ്ങനെയാണ് നിന്റെ മെമ്മറി എല്ലാം ഞങ്ങൾ പതിയെ ഇല്ലാതാക്കി കളഞ്ഞത്. എന്നാൽ പലർക്കും ഇതുപോലെ പൂർണ്ണമായിട്ട് അവരുടെ മെമ്മറി നഷ്ടമായെങ്കിലും നിനക്ക് മാത്രം എങ്ങനെയൊക്കെയോ നിന്റെ മെമ്മറി പയ്യെ തിരിച്ചു കിട്ടിക്കൊണ്ടിരുന്നു. അവിടെ വെച്ചാണ് നിന്നെ ഞങ്ങൾ കൂടുതലായിട്ട് ഒബ്സർവ് ചെയ്യാൻ തുടങ്ങിയത്. ബാക്കിയുള്ള എല്ലാവരെയും നിന്നെ കൊല്ലാൻ നിൽക്കുകയായിരുന്നു. എന്തായാലും നിന്റെ ശരീരത്തിലെ ഈ ഒരു മാറ്റങ്ങൾ കണ്ടപ്പോൾ അത് ഞങ്ങൾ വേണ്ടാന്ന് വെച്ചു. സത്യം പറയുകയാണെങ്കിൽ നിന്റെ ശരീരം ഉണ്ടല്ലോ, അതൊരു മിറക്കിളാണ്, ഒരു അത്ഭുതമാണ്. തീർച്ചയായിട്ടും നിന്റെ ശരീരം ഞങ്ങൾക്ക് വേണം ഇനിയും കൂടുതലായിട്ട് പരീക്ഷണങ്ങൾ നടത്താനായിട്ട്. മറ്റാരുടെയും സ്കിന്നിനില്ലാത്ത ഒരു പ്രത്യേകത അത് നിന്റെ സ്കിന്നിനുണ്ട്. മറ്റൊരാളുടെ സ്കിൻ നിന്റെയിലേക്ക് സ്യൂട്ട് ആവുന്നുണ്ട്. ഇനിയിപ്പോ നിന്റേത് തന്നെ പറിച്ചാലും അത് തിരിച്ചതിലേക്ക് സ്റ്റിക്കായി വരികയാണ്. സത്യം പറയുകയാണെങ്കിൽ ഇതൊരു അത്ഭുതം തന്നെയല്ലേ? ഇനിയും നിന്റെ ദേഹത്ത് ഒരുപാട് പരീക്ഷണങ്ങൾ ഞങ്ങൾ നടത്തും. ഇത്രയും കാലം ഞാൻ ചെയ്തുകൊണ്ടിരുന്ന പരീക്ഷണം ഇന്നലെ മുതൽ നിർത്തി, ഇന്ന് മുതൽ ഇനി പുതിയ പരീക്ഷണമാണ്. ഇതും പറഞ്ഞ് അവളുടെ കാലിന്റെ ഭാഗത്ത് നിന്നൊക്കെ ഒരുപാട് സ്കിന്നുകൾ ഇവരിങ്ങനെ അരിഞ്ഞെടുക്കാണ്. വേദന ഉണ്ടാവൂലേ? അലറി കരയാണ് കയറിപ്പോ. എന്തായാലും ഒരു സൈക്കോയെ പോലെ, ഇതൊരു ഡോക്ടറാണെന്ന് തോന്നില്ല, ഒരു സൈക്കോയെ തന്നു. ഇത്
ഇതുപോലെ സ്കിൻ എടുത്ത പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ആര് വരുന്നത്? സോഫിയ വരുന്നത്. എന്നാൽ ഇപ്പൊ നിലവിലെ കൈറയുടെ അവസ്ഥ കണ്ട് സോഫിയ ആകെ ഞെട്ടി തരിച്ചുപോയി. എന്താ ഇവിടെ സംഭവിക്കുന്നത്? ഇവളെ ട്രീറ്റ് ചെയ്ത് പഴയതുപോലെ ആക്കാന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? എന്നാൽ എങ്ങനെയാണ് ഇവളുടെ ശരീരം ഇങ്ങനെ പിച്ച് ചീന്തി വെച്ചിരിക്കുന്നത്? സങ്കടം സഹിക്കാൻ പറ്റാണ്ട് കൈറ പോയിട്ട് അവളുടെ ദേഹത്ത് ഒരു തുണി ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പൊ ഡോക്ടർ പറയണേ ഇതല്ലാതെ നമുക്ക് വേറെ വഴിയില്ല, പരീക്ഷണം മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. ഇപ്പൊ ഒരു ഡോക്ടറെ സോഫിയ ഒരു നോട്ടം നോക്കുകയാണ്. വേണ്ട, ഒരു പരീക്ഷണം, ഞാൻ ഇവളെ കൊണ്ടുപോവാണ്. എന്തായാലും കൈറയുടെ അടുത്തേക്ക് വന്നിട്ട് സോഫിയ അവളോട് മാപ്പ് പറയണം. ദയവ് ചെയ്തിട്ട് നീ എന്നോട് ക്ഷമിക്കണം. ഒരിക്കലും ഞാൻ ഇത് വിചാരിച്ചതല്ല. നിന്നെ പഴയതുപോലെ ആക്കുമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഞാൻ നിന്നോട് ചെയ്തത് വലിയൊരു മഹാഭാവമാണ്. എന്നോട് പൊറുക്കണം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ സോഫിയ കരഞ്ഞോണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ കൈറയുടെ ആ ഒരു കെട്ടുകളൊക്കെ അവർ അഴിച്ചു കൊടുക്കുകയാണ്. പെട്ടെന്ന് സോഫിയുടെ കഴുത്തിലേക്ക് വന്നിട്ട് ഒരു സൂചി കയറുന്നുണ്ട്. അത് ബോധം കെടാനും അതുപോലെ തന്നെ ചിലപ്പോൾ മരണത്തിന് കാരണമായേക്കാവുന്ന ഒരു ഇഞ്ചക്ഷൻ ആയിരുന്നു. വെച്ചത് ആരായിരിക്കും? ആ ഒരു ഡോക്ടർ തന്നെ. പിന്നീട് സൂചി കുത്തി കയറ്റിയില്ലേ, ആ ഒരു മരുന്ന് ഉള്ളിലേക്ക് തള്ളി കയറ്റാൻ നോക്കുന്ന അതേ നിമിഷം തന്നെ കൈറയുടെ കെട്ട് ഓൾറെഡി സോഫിയ അഴിച്ചു കൊടുത്തായിരുന്നു. കൈറ പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന ചെറിയൊരു ടേബിൾ എടുത്ത് ഈ ഒരു ഡോക്ടറിന്റെ കഴുത്ത് നോക്കി ഒരൊറ്റ അടി അടിക്കുന്നുണ്ട്. ആ അടിയിൽ കഴുത്തിന്റെ ഒരു ഭാഗം ഒടിഞ്ഞു പോയി ഡോക്ടർ നിലത്ത് നെല്ലാം പൊത്തി അങ്ങോട്ട് വീഴാണ്. അനങ്ങാൻ പോലും പറ്റുന്നില്ല. പിന്നീട് കൈറ പോയിട്ട് സോഫിയുടെ നോക്കുമ്പോൾ അവളുടെ കഴുത്തിന്റെ ഉള്ളിലേക്ക് കുറച്ച് മരുന്നൊക്കെ കയറി പോയിട്ടുണ്ട്. മാത്രമല്ല ആ ഒരു സൂചിയാണെങ്കിൽ പൊട്ടി വളഞ്ഞങ്ങനെ കേൾക്കുക. ഒരു വിധത്തിൽ കൈറ ആ ഒരു സൂചി ഊരിയെടുക്കുന്നുണ്ട്. മരുന്ന് ഉള്ളിൽ പോയത് കൊണ്ട് തന്നെ സോഫിയക്ക് ചെറിയ രീതിയിൽ ബോധക്ഷയം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് അവൾ തളർന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്തും സോഫിയ കൈറോട് പറയുന്നത് എന്നോട് ക്ഷമിക്കണം, മനഃപൂർവ്വം ചെയ്തതല്ല, നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. ഇങ്ങനെയൊക്കെ തീരുന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എന്തായാലും ഇവർ നോക്കുമ്പോൾ ആ ഒരു ഡോക്ടർ ഇപ്പോഴും ചത്തിട്ടില്ല. കയറെന്താക്കി അവളുടെ കാല് പിടിച്ചിട്ട് വലിച്ചെടുക്കുകയാണ്. എന്നിട്ട് ആ കഴുത്തിൽ ഇവളുടെ കാല് ഉപയോഗിച്ച് അമർത്തി ചവിട്ടി പിടിച്ച് ആ ഒരു ഡോക്ടറെ കൊല്ലുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇവിടുന്ന് പോവാന്ന് സോഫിയ പറയണം. അതിനു മുന്നേ സോഫിയ കയറയുടെ ഒരു കാര്യം ചോദിക്കുന്നത്, ഇനി നിന്റെ തൊലിക്ക് വേണ്ടി മറ്റൊരാളെ കൊല്ലില്ല എന്ന് നീ എനിക്ക് വാക്ക് തരണമെന്ന്. ഒരു വല്ലാത്ത രീതിയിൽ കയറ സോഫിയ നോക്കുകയാണ്. ആ നോട്ടത്തിൽ തന്നെയുണ്ട് ഒരുപാടധികം അർത്ഥങ്ങൾ. എന്തായാലും പിന്നീട് ഈ ആശുപത്രിയിൽ നിന്നും ഇവർ രക്ഷപ്പെട്ട് പുറത്തു പോകാൻ നിൽക്കുമ്പോഴേക്കും മുഴുവനായിട്ടും അവിടെ അലേർട്ട് വരികയാണ്. രണ്ടുപേര് രക്ഷപ്പെട്ട് പോകാൻ നോക്കുന്നുണ്ട്, അവരെ പിടിക്കണം എന്ന് പറഞ്ഞിട്ട്. എങ്ങനെയൊക്കെ ഒരു വിധത്തിൽ ഇവർ പുറത്തേക്ക് കിടക്കുമ്പോൾ ഇവരെ കണ്ടത് ഒരു സിസ്റ്റർ മറ്റാരെയോ വിളിച്ച് പറയാൻ നിൽക്കുമ്പോൾ പിന്നാലെ വന്ന കയറ് ഒരു കത്തി ഉപയോഗിച്ച് അവരെ കുത്തി കീറി കൊന്നുകളയാണ്. ഇതിനുശേഷം സോഫി ഒരു ഭാഗത്ത് കൊണ്ട് കയറി ഇരുത്തുകയാണ്. നീ ഇവിടെ ഇരിക്കുക, നിന്റെ ദേഹത്ത് കയറിയ ആ ഒരു മരുന്നിന്റെ ആന്റിഡോട്ടുമായിട്ട് ഞാൻ ഇപ്പോൾ വരാന്ന് പറയണം. ആ മരുന്ന് ഏതാണെന്ന് സോഫിയ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. പോവാൻ നേരത്തെ സോഫിയ കയറോട് പറയുന്നുണ്ട് അബദ്ധങ്ങളൊന്നും കാണിക്കല്ലേ എന്ന്. എന്നാൽ കയറ കാണിക്കാതിരിക്കുക. അവളുടെ മൈൻഡ് തന്നെ ആകെ മാറിപ്പോയിട്ടുണ്ട്. നേരെ ഇപ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. ഇതാണ് കഥയുടെ ആരംഭത്തിൽ നമ്മൾ കണ്ടത്. എനിക്ക് വയസ്സാവണ്ട, എനിക്ക് ഇനിയും അത് വേണമെന്ന് അങ്ങനെ പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സെക്യൂരിറ്റിയുടെ മുന്നിൽ പെടുകയാണ്. ഒന്നും നോക്കിയില്ല, കത്തി കയ്യിലുണ്ടല്ലോ. ആ മനുഷ്യനെ കുത്തി കൊന്നു കളഞ്ഞ് അയാളുടെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് ഇപ്പോൾ കയറിയെടുക്കുകയാണ്. ഇതിനുശേഷം അവിടെ തന്നെ ഉണ്ടായിരുന്നു ഒരു ലാബിന്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. അവിടെ 2 ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു. ഒരു യങ് ആയിട്ടുള്ള ഡോക്ടറും പിന്നെ കുറച്ച് പ്രായമായിട്ടുള്ള ഒരു ഡോക്ടറും. അവരോട് ഈ ഒരു മരുന്നിന്റെ പേര് പറഞ്ഞ് അതിന്റെ ആ ഒരു ആന്റിഡോട്ട് തരാൻ പറയുന്നുണ്ട്. എന്നാൽ ആ ഒരു ഡോക്ടർ പറയാണ് ഒരിക്കലും ഇതിനൊരു ആന്റിഡോട്ട് ഇല്ല. പക്ഷെ ആ ഒരു മരുന്ന് കുത്തിവെച്ച് എന്ന് കരുതിയിട്ട് ആള് മരിക്കാനൊന്നും പോകുന്നില്ല. അയാളുടെ ബോഡി മാത്രം പാരലൈസ് ആയി പോകുള്ളൂ. അയാൾക്ക് ജീവൻ ബാക്കി ഉണ്ടാവും എന്ന് പറയണം. എന്നാൽ ഈ ഡോക്ടർ ഇങ്ങനെ സംസാരിക്കുമ്പോൾ യങ് ആയിട്ടുള്ള മറ്റേ ആ ഒരു ഡോക്ടർ ഉണ്ടല്ലോ, അതിനെയാണ് കയറി നോക്കുന്നത്. അവളുടെ ഉള്ളിൽ ഇപ്പൊ എന്തൊക്കെയോ ചില ഉദ്ദേശങ്ങളും പ്ലാനും ഉണ്ടായിരുന്നു. അടുത്ത സീനിൽ സോഫിയെ കാണിക്കുകയാണ്. സോഫിയ ഇങ്ങനെ ആ ഒരു വേദനയിൽ അല്ലെങ്കിൽ ആ ഒരു തളർച്ചയിൽ അവൾ അങ്ങനെ നിൽക്കുമ്പോൾ 2 വെടിയൊച്ച കേൾക്കുകയാണ്. എന്താണെന്ന് ആദ്യം സോഫിയക്ക് മനസ്സിലായില്ല. ഇതേ സമയത്തിന് കയറയെ കാണിക്കുകയാണ്. അവളുടെ ബോഡിയിൽ ഇപ്പൊ യാതൊരു പ്രശ്നവുമില്ല. നേരത്തെ കണ്ട യങ് ആയിട്ടുള്ള ആ ഒരു ഡോക്ടറെ കൊന്നു കളഞ്ഞ് അവളുടെ ആ ഒരു സ്കിൻ എടുത്തുകൊണ്ട് കയറ പഴയതുപോലെ ആരോഗ്യത്തിൽ വന്നിരിക്കുകയാണ്. വരുമ്പോൾ തന്നെ ഈ നഴ്സുമാരും ഡോക്ടർമാരും കിട്ടുന്ന പോലത്തെ ഒരു ഡ്രസ്സ് എടുത്തുകൊണ്ടാണ് അവൾ വരുന്നത്. അതിട്ടിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് പുറത്ത് കിടക്കാന്നാണ് സോഫിയ പറയുന്നത്. സോഫിയല്ല, സോഫിയോട് കയറ പറയുന്നത്. എന്നാൽ സോഫിയ നോക്കുമ്പോൾ കയറയുടെ ദേഹത്തൊന്നും ആ ഒരു പഴകിയ പോലുള്ള ആ ഒരു സ്കിന്നൊന്നുമില്ല, എല്ലാം പുതിയതുപോലെ ആയിട്ടുണ്ട്. ഇപ്പോഴാണ് സോഫിയക്ക് മനസ്സിലായത് നേരത്തെ കേട്ട ആ ഒരു വെടിവെച്ച കയറ് തന്നെ ആ ഒരു വെടിവെച്ച് കൊന്നതാണ്. എന്നിട്ട് അവരുടെ സ്കിന്നെടുത്താണ് ഇവൾ ഈ രൂപത്തിൽ ഇപ്പൊ ആയിരിക്കുന്നത്. കാര്യങ്ങൾ മനസ്സിലാക്കിയ സോഫിയ കയറെ നോക്കിയിട്ട് പറയാണ്, നീ ഒരിക്കലും മാറാൻ പോകുന്നില്ല അല്ലേ, ഇനിയും നീ കൊലപാതകങ്ങൾ ചെയ്യുമല്ലേ. ഇപ്പൊ കയറ് പറയണേ എനിക്ക് നിന്റെ കൂടെ ജീവിക്കണം, അതിനു വേണ്ടിയാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തേന്ന്. ഇത് പറയുന്ന സമയത്ത് സോഫിയ കയറയുടെ കയ്യിൽ നിന്നും ആ ഒരു ഗണ്ണ് മേടിക്കുന്നുണ്ട്. പതിയെ അവളുടെ കഴുത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോവാണ്. എന്നിട്ട് പറയാണ്, നീ എന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടോ അതുപോലെ തന്നെ ഒരുപാട് ഞാൻ നിന്നെയും സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ ഇനിയും നീ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരുപാട് പേരെ നീ കൊന്നുകളയും. ഒരുപാട് നന്മകൾ നിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിലും നിന്റെ ഉള്ളിൽ മറ്റൊരു കാര്യമുണ്ട്, വളരെ പൈശാചികമായിട്ടുള്ള ചിന്ത. ആ ഒരു ചിന്തയും നിന്റെ ആ ഒരു ദുരാഗ്രഹങ്ങളും ഒരുപാട് പേരുടെ ജീവൻ ഇനിയും എടുത്തേക്കാം. പതിയെ പതിയെ ഗണ്ണിന്റെ ആ ഒരു ട്രിഗർ ഈ സോഫിയ അമർത്താൻ നിൽക്കുകയാണ്. കയറയ്ക്ക് ഇത് മനസ്സിലായി. കയറ് പറയാണ്, സോഫിയ അത് ചെയ്യരുത്, എനിക്ക് നിന്റെ കൂടെ ജീവിക്കണം. എന്നാൽ സോഫിയ അത് കേട്ടില്ല. കയറ് ജീവിക്കുന്നത് ഒരുപാട് പേരുടെ ജീവൻ ഇനിയും ആപത്താണെന്ന് മനസ്സിലാക്കി അവൾ അപ്പം തന്നെ ഷൂട്ട് ചെയ്യാണ്. കയറ സ്പോട്ടിൽ മരണപ്പെട്ടു പോയി. ഇവിടെ വെച്ച് ഈ സിനിമ തീരുകയാണ്. അവസാനം ഞാൻ പറഞ്ഞല്ലോ കുറച്ചധികം ഡിസ്കസ്റ്റിംഗ് ആയിരിക്കും ഇതിന്റെ ഒരു ക്ലൈമാക്സ് എന്ന്. കഥ ഏതായാലും വളരെയധികം ഡിഫറെന്റ് അല്ലേ. ഇതുപോലൊരു കഥ എന്തായാലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ല. അപ്പൊ ഇതുപോലുള്ള കഥകൾ കേൾക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്കും ചെയ്യുക. അപ്പൊ ഇതിനേക്കാൾ നല്ലൊരു കഥയുമായിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. ഓക്കെ, ബൈ.